Hey all, is it also audible now? Yes. Okay. Okay, we shall start in few minutes, okay? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ. ഓക്കെ, കാണാമോ? ഹലോ. Okay, okay, okay. So, hi. So, we welcome you all for the orientation session. So, okay. So, എല്ലാവരും ഏതൊക്കെ കോളേജിൽ നിന്നാണ് അതല്ലെങ്കിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? എവിടെയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ, എവിടെ നിന്നൊക്കെ ആൾക്കാർ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഓക്കെ, ചെങ്ങന്നൂർ, വടകര, MBCT, ഓക്കെ, സെന്റ് തോമസ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മജ്ലിസ് പോളിടെക്നിക്, SCCT, പെരുമൺ, മജ്ലിസ്, ഇടുക്കി ഫറൂഖ് കോളേജ്, MCT ഇടുക്കി. ഏകദേശം എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാരൊക്കെ ഉണ്ട്. അടിപൊളി. ആഹാ, സെറ്റാണല്ലോ. ഓക്കെ. ഓക്കെ, എല്ലാരും ഇട്ടോളൂ കേട്ടോ. ചുമ്മാ ആരൊക്കെ ഉണ്ടെന്ന്, ഏതൊക്കെ കോളേജിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് പവർ കാണിക്കണേ നമുക്ക്. ചുമ്മാ ഒന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആയിരുന്നു. ഓക്കെ. 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 സോ ഞാൻ ജസ്റ്റ് എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഹായ്, വിനു ബാലഗോപാൽ. ഞാൻ റീസെന്റ് ആയിട്ട് MCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോഴിക്കോട് നിന്ന് പാസ് ഔട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ നിലവിൽ MuLearnൽ ഫെല്ലോ ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ നമ്മള് ന്യൂ ഇയർ ന്യൂ സ്കിൽസിന്റെ ഭാഗമായിട്ടൊരു വലിയൊരു രീതിയിലൊരു ബൂട്ട് ക്യാമ്പ്സും കാര്യങ്ങളും റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. സോ ഇതിന്റെ ചെറിയൊരു സ്റ്റാർട്ടിങ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന്. ഓക്കെ. സോ അതിൻ്റെ പാർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോ കൂടുതൽ കാര്യങ്ങൾ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ മെന്റേഴ്സ് ഉണ്ട്, കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. സോ ജസ്റ്റ് അവരെ ഒന്ന് വെൽക്കം ചെയ്യാം. ഓക്കെ, എല്ലാവരും റെഡി ആണോ? Okay, so officially we can start the session. Hello, Divjata. Hello. Okay, Divjatan. Okay. Okay, just a second. ഗ്യാസിന്റെ മണം പോലെ തോന്നുന്നു.
ഓക്കെ സോ ജസ്റ്റ് ഒരു ചെറിയൊരു ഡിലേ ഉണ്ട്, ആള് വെറുതെ ഉള്ളൂ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. സോ ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ കോളേജസ് എന്ന് പറഞ്ഞു, ഏതൊക്കെ പ്രോഗ്രാംസിനാ രജിസ്റ്റേർഡ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാമോ, ചാറ്റിലൊന്ന് ഇടാമോ? ഓക്കെ, റെസ്റ്റ്, ഓക്കെ, ആൻഡ്രോയിഡ്, ഫ്ലാറ്റർ, എല്ലാം എല്ലാം ഓക്കെ. സോ പോരട്ടെ, ഏത് ടീമാണ് കൂടുതലുള്ളതെന്ന് ജസ്റ്റ് നമുക്കറിയാം. ഓക്കെ, പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ്, ഫ്ലാറ്റർ, ആൻഡ്രോയിഡ്. ഓക്കെ, ആഹാ, എല്ലാത്തിനുള്ള ആൾക്കാരുണ്ടല്ലോ, അടിപൊളി. ഓക്കെ, നിങ്ങളൊക്കെ ഫസ്റ്റ് ഇയേഴ്സ് ആണോ, ഏത് ഇയർ ആണ് പഠിക്കുന്നത്? ഫൈനൽ ഇയർ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ കണ്ടില്ല. ഓക്കെ, സെക്കൻഡ്, ഓക്കെ. മോസ്റ്റ്ലി എല്ലാ ഇതും ഉണ്ടല്ലേ. ഓക്കെ, സോ ഓക്കെ, അടിപൊളി. സോ നിങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈം ആണോ കമ്മ്യൂണിറ്റി പരിപാടികളിൽ? ആൻഡ് ഹൗസ് ന്യൂ ഇയർ, മീൻസ് ഫസ്റ്റ് പരിപാടിയാണോ? അതെങ്കിലും ഫസ്റ്റ് പരിപാടി ഉണ്ടോ ഇത്? ഓക്കെ, ഓക്കെ, ഓക്കെ. സോ ഓക്കെ, ഇഷ്ടംപോലെ ഉണ്ടല്ലേ. ഓക്കെ, സോ ഓക്കെ, ഹൗസ് ന്യൂ ഇയർ? ചുമ്മാ ചെറുതായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോഴേക്കും എൻ്റെ അത് ഓടിയെത്തും. ശോകം. ഓക്കെ, സെയിം ഓൾഡ് സെയിം. ഓക്കെ, ഓക്കെ. ഓക്കെ, സോ നെറ്റ് ആർക്കെങ്കിലും ശോകമായിട്ട് നിൽക്കുന്നുണ്ടോ? ഇപ്പോ എല്ലായിടത്തും ജസ്റ്റ് നെറ്റ് കട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഇതും മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നു കാണുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, സോ ഓൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ദീപു സ്നാഥ് വന്നിട്ടുണ്ട്. ഓക്കെ, ഹലോ ദീപു ചേട്ടാ. ഹലോ ഹലോ, ഞാൻ റേഞ്ച് പിടിച്ചിട്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് എടുത്ത് തരൂ. ഇതിനെവിടെയും പോയിട്ട് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഒരു മിനിറ്റ്. ഞാന് കാറിലാണ്. കാണുന്നുണ്ടോ എന്നെ? കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഒരു അടിപൊളി വർഷമാവട്ടെ എല്ലാവർക്കും 2023. അപ്പോ ഇത് എല്ലാവരും ആക്ച്വലി ഏതൊക്കെ ബൂട്ട് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ട്? CTF-ന്റെ ആൾക്കാരാണോ? അല്ല, എല്ലാ ജനറൽ ആയിട്ട് എല്ലാ ബൂട്ട് ക്യാമ്പ്സിലും രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ട്. ഓക്കെ, ഇതിനകത്ത് മ്യൂട്ടേറ്റിന് വന്നിട്ടുള്ള എത്ര പേരുണ്ട്? മ്യൂട്ടേറ്റിന് വന്ന് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? ചാറ്റിൽ ഇടാവോ?
Okay. KB want me to talk in English or Hindi. So I will try to speak in English. Okay. Okay, English should be fine. Yeah. So, can someone explain what is MuLearn, brother? And someone who have been part of MuTech can explain what is MuLearn, because there are a lot of new people here. They might have seen like there is a course that is happening or some activity that is going to happen, or they might have heard about MuLearn from somewhere else. So, can someone explain what is MuLearn? Arka might English explain here, but I don't know. Hello, can I will park the car shortly when I receive 4G range. Right now it is showing 3G. No one there to drive. So I have to speak while driving, right? So we have around 120 people, 28 people here. So is there anyone who could simply explain what is MuLearn? Person who has guts to come forward and explain MuLearn. Anyone from the team also? Yeah. I'll tell what I know. So, MuLearn is a community where we can learn together. We can learn together. That's what I know. And there are the right resources and the right people on the server with whom we can connect, and they'll guide us. And yeah, that's what I know. Thank you, sir. Okay, thank you. And your name? My name is Amina, sir. We met at Explorica, if you remember. Okay. Hi, Amina. Yeah. Thank you. Thanks a lot for coming forward and explaining it. Yes, so I will just explain like what is MuLearn in a few sentences. One is MuLearn is initiated by the industry, that is group of technology companies. It is a consortium of all the IT companies in Kerala. And we are also in tie-up with other organizations in Kerala, including Government of Kerala, Creators, Startup Mission. Also, companies like Google are also having partnering with us. And also universities are tying up with us on this mission. So what is the mission? Why MuLearn exists? When we have universities, we have government has a lot of agencies working for this skilling initiatives. The problem is, like after 4 years of engineering, most of the people are not gaining much skills that is deployable to the industry. Or in the industry requirement or industry needed skills are not being acquired by majority of engineering graduates. And those type of skills are not part of the syllabus. Those type of skills are not being taught by the right people. Even if you go for some courses, somebody who might be a trainer might be teaching it, and even though you paid, you might not be getting the right skills. And Kerala, as a state which is very high in education, very high in talent, but still new age skills are lacking, and there are a lot of lucrative jobs and opportunities that is out there, but students aim mostly is just to secure some job and be safe, nothing beyond that. Even though you have bigger dreams, bigger passion and all those things, people are not confident enough to pursue their passion or dream, or get to a job
which actually they deserve based on their skills. So MuLearn is designed as a framework which help each and every one of you learn any skill based on your need for free from the mentors who are really passionate to come and teach it for free from the industry. And it is a mode of joining as small learning circles in your campus, because whenever there are a lot of courses available there, right, for you to learn online. But still, we start some courses and we stop in between. So in order to increase the completion rate, like we want to have some friends who will be also supporting us as an accountability partner and bringing together towards completion of the project, supporting each other to complete that process. That is where MuLearn has a facility called Learning Circles. You can go to MuLearn website. You can search for the learning circle in your campus. If you want to learn certain skills, for example, if you want to learn cybersecurity, you can go to MuLearn website, go to interest group, select your district, select your campus, select your interest group, and you can see like if there is any learning circle that is available in the campus. Because you are always an average of people whom you are surrounded with. Your friends in your friend circle might not be having the skills based on what your passion is, but maybe you have some common interest which you work together. But you want to identify people of your passion or your skills in your campus. So learning circles is an avenue for you to identify those. If there is no learning circle available, you can create one. Whenever you create one learning circle, you just need to mention like what time and place where you meet, or you wish to see the partner or see the team members who want to join based on your learning circle. So how many of you are already part of learning circles? Is there anyone who had created learning circles? Okay. So as of now, such created learning circles are not active, but you have created a structure of learning circle in your campus. There are few people who might be meeting at the canteen, or few people for cybersecurity who are interested meeting at the PG block. Different learning circle might be formed, or you can create a learning circle. And what we provide will be the avenues for you to learn. There will be boot camps that will be provided, the content that will be provided, which you could learn as peer learning circles, and some mentors will be available to help you out on how to do those courses by yourself. And you will also get trained to how to run the bootcamp in your campus. Second one, so you started doing these things and you have some questions to clarify, or you want to see like in your campus, you have a few people of cybersecurity interest, but is there other cybersecurity interest people in the other campuses? Can I connect with them? So that is called office hours. Office hours happens on every week for this interest group. Each interest group, there is a separate timing for that. You can join there. That will help you to see similar interest, passionate people from other campuses. Okay. So, and every 3 months, we will have a meetup for each interest group. It will be happening on a zonal basis. For this new year, you are here to learn some new skills, maybe Flutter, maybe Rust, or maybe cybersecurity. And then next week, we are also launching new boot camps for UI UX, as well as for AI. So a lot of boot camps and avenues will be available, and you can also take it and learn at your self-paced mode itself. So the problem that Kerala is having is like we do not have avenues to like build those skills using experiential learning. Like learning a course and getting a certificate is not the key. You should be building something really real world after completion of a course. So MuLearn will provide you challenges to work on it, and you will have it in your portfolio after once you complete a course. So that is going to be the proof of your work. Third one is like with Kerala government, we are planning for something really big. In all Kerala, we are going to have a competition for skill. Like normally we will have a competition for skills like sports, skills like arts, youth festivals are there, but hackathons or campus fests are happening
within a campus or some remote, some for example, some communities might be organizing some hackathon, or some colleges will be conducting some hackathons. So we will be having a official inter-campus skill festival up to this March. So where you will be gaining these skills, and from each campus, people will be representing AI, people will be representing IoT, people will be representing web, and coming and competing on a district level hackathon specifically for that interest group. And from there, you will have teams that are representing the district and coming towards the state, competing for the district towards the state. So it is just like in, like it was the time of World Cup football and all, right? So there are, in those countries, in Argentina or Brazil or those countries, students get, like at a younger age itself, they get exposed to those type of skills. They will have avenues like futsal where they go and play, showcase their skills. And bigger companies or like Real Madrid or Barcelona, they come there and identify talents from those futsal competitions. Similarly, if you build skills, there will be a lot of avenues where you will be able to showcase your skills and get to towards your dream job, or getting a lot of gig works, or even going towards an entrepreneurship. Okay, so skilling is the key of MuLearn, and MuLearn will be as of now, like there is around 16,000 plus students in MuLearn, and it is going to increase rapidly. Before that, we want to set the basement. So these boot camps that are going to happen are the pilot boot camps, where we will also be identifying leaders for each interest groups. For example, those who are participating in this, the best people, we will be handpicking them and bringing them as leaders for the interest group. So in MuLearn, there are 4 different stages of opportunities there. Initially, you will be coming and participating in skilling programs. Then you can take the leadership of these things. Then you can also get into MuLearn as interns. And there will also be fellowship that will be offered to 6 people every year, that we will showcase a few talents as fellows, and we will give them avenues for them to, those will be a paid engagement with MuLearn. Okay. So here, this is just the beginning, and like we will provide you opportunities to skill. We will help you avenues for you to showcase your skills. And eventually, in next few years, we will have a system where everyone will get free opportunities to learn new skills. So it is a moment that we want to drive, and I also want each one of you to be part of MuLearn. Okay. Is there any questions? I'm happy to answer. Does it make sense? Sorry that I am right now out, and I have to. I was traveling. I am at Alapi right now. My native is Trivandrum. My native is Trivandrum, and I just run a software company called Fire at Technopark. And this is also a voluntary work from my end, and which is supported by a lot of volunteers across the state. And this is actually a movement that is going to be led by students towards helping each and every individual build a career based on your choice. Many of the students, you say like you have some passion. It can be anything. It is not just about technology. It can be music. It can be about movie making. It can be about entrepreneurship or innovation. Anything that you want to do. That is, you can form learning circles, and we will help you to connect you to the mentors who are willing to help you out for free. They will support you with boot camps, and also avenues for showcasing your skills will be there. And most of you are not able to pursue your passion just because you might not have built the skills, or you do not have a network of that skills, or you do not know the opportunities out there. So MuLearn will help you providing the skills, helping you avenues to showcase, and also build a network for that, and also connect you to the other opportunities around from the industry as well as from the government.
And I think like the mentors of each of your interest groups are also here. So those who are very new to MuLearn, you can go to MuLearn.org website and know more about it. And also, I think like you are also added to a WhatsApp group, so we will keep in touch. And Discord is where we actually meet each other. So Discord is a platform where we use to communicate, but MuLearn should exist as a physical community in the campus, and that runs offline sessions and meetups. Okay. Is there any other questions? Does it make sense? Is it clear? So I am an entrepreneur. So just a minute, I am getting one call. Okay, hello. Is it audible? Hello. Okay, so we can start with our mentors first. So first we have our Rust interest group. So for that we have Mufid here. He's the one who represented India for skill Olympics for cybersecurity. So Mufid, over to you. Yeah, hey everyone, I'm audible, right? Yep, you're audible. So I guess, yeah, so we were starting with the Rust Bootcamp. So I guess before we start, Rust is a programming language basically, and that's what you all signed up for. But one of the main thing is that not everyone knows what Rust is, because it's like a new kid in the block. It's a new programming language basically, just like Python, JavaScript, and C++ and C. Everybody has heard of it, but Rust is like a new kid basically. So the thing is, like, Rust has been taking off lately, and companies and tech companies and everyone alike is adopting Rust right now. And that's the sole reason we actually started the Rust Bootcamp, so we can teach Rust to new people and make the adoption faster, basically. So the thing is, like, Rust has a lot of advantages, like memory safety and all that. I'm now getting into the technical details. So basically, what we're going to do is that you are going to learn by yourself, and we are going to give you the resources that you need for it. So the Rust Bootcamp will be conducted on the Exercism platform. It is free, so you can participate on that. And the special thing is that it would be in a gamified manner. So when you participate in the Exercism platform, you basically complete levels just like you play a game. And then when you reach each levels, you can share the levels that you reach, like what progress that you have on Discord, and get karma points basically. So to just brief, if you don't know what karma points are, in the MuLearn Discord, it's basically just like a game, like how you have points and a scoreboard and everything like that. Just like you progress, you would have scores attributed to you once you complete a task. So that's basically what you're going to do in the Rust Bootcamp. You're going to sign up to the Exercism platform, and then you're going to reach these levels and learn new things. We are going to help you with all the resources that you need, how to set it up, ask for doubts and everything. I myself am a Rust programmer, so you can contact me for doubts. And there is also one Vivek, who is also a mentor for the Rust Industry Group. So we will be alongside you when you learn Rust. Basically, that's what going to be the bootcamp, and every other bootcamp is the same thing. So yeah, that's the brief for how the Rust Bootcamp is going to go. So it's going to start soon. The cybersecurity is the one going to start first, and every information for that is on the website. I'll just share the link once again in the chat right now if you want to refer to that. Yeah. Okay, so going to the next, we have cybersecurity. In cybersecurity industry, for that we have a community who is partnering with us, and along with that, they are the one who ran the bootcamp right now for the CTF challenge also. So Vishnu, are you there? Yeah, hi. Hello. Am I
Audible? Yeah, You know? yeah, you are. Yeah, fine. Okay. So basically, the 5-day CT program is just like a gamified thing. You can join and you can learn from the fundamentals of Linux operating system. If you have don't know about any kind of commands or any kind of coding, don't worry. We are develop the all sessions, and the end of the day or the 7th day or the 6th day, we are conducting a offline CTF program. Basically, CTF means capture the flag. If a person just entering into the cybersecurity field, they are just going with the CTF challenges. So the CTF challenges are the basic program if you can just jump into the cybersecurity field. So that's it. And next thing, you must have a Windows PC, which all the spec is about 8 GB RAM or 4 GB RAM and i3 processor, and that's all. So that's the basic thing. So we are going with the Telegram group, and I think all of you are just get in the WhatsApp group, and in there we are just given the inviting link of the Telegram group. So yeah, that's it. Okay, Vinu? Yeah, that's fine. Okay, so we'll be sharing the links for the Telegram groups where we will run the program in the chat. So there will be a live streaming session along with that also. So where everyone can watch it and learn the things. Okay, so moving on to the next, we have Android in this group, and for that we have Srihari with us here. Hello, Srihari. Yeah, Vinu, am I audible? Yeah, you're audible. Yeah. Good evening, everyone. So, hope everyone is having here evening at their end. So, yeah. Well, I'm Srihari. I'm a mobile app developer who is mainly focusing on native development, like native Android and iOS. So, just at the beginning, I would like to thank GTech and MuLearn for this wonderful opportunity to be here. So about me, I'm a mobile app developer who is working at present. I'm working for a service-based company in Technopark, Trivandrum. So yeah, about the bootcamp in Android. So we have a well-structured bootcamp which is planned for this particular bootcamp. So we have a very structured curriculum and have a great plan from the coordinators. I get to know that. Basically, I'm new to these GTech and MuLearn platform, so I'm not that much expert on these karma points and things all. But from the curriculum and the planning that the organizers having is a very helpful one. So I hope everyone, like those who has interest on Android development or who is registered on the uh, Android bootcamp will get some necessary knowledge, or the say you will definitely find some valuable steps here from this bootcamp. I'm definitely sure that I got an opportunity to go through the curriculum, and it's absolutely great to see that they are planning to cover almost every topic that the uh, very experienced developers are nowadays having. So I recommend all of you to have a look into the Android bootcamp. Also, if you have an opportunity, definitely go through the same. So so along with this bootcamp journey, I will be a part of it. I will try to stay along with this. So we will be covering the basics of Kotlin programming language, which is nowadays trending for Android development. So if you have the basic fundamentals of any programming language like C, C++, or any language, like you just need to be familiar with variables and basic stuffs of any programming. You will be definitely able to pick up most of the things. Like we will be covering the fundamentals of Kotlin, the basics of Android. From the basics, you will jump to the intermediate stuffs. You will jump to the advanced stuffs, and it's a great journey. You will be covering almost everything that a professional Android developer should know. So definitely, if you're looking into hybrid development like Flutter or React Native, then it's also
will be an advantage. Like most of the hybrid developers, like Flutter developers and React Native developers, needs to know a little bit on the native side, because you will need to do something on the native side. So for those people who has registered for Android development, I welcome all you to the Android section, and I wish all you guys are very best. And for all of them, I wish you a very best, and I hope you guys can learn something new there. And yeah, all the very best. Okay, thank you, Srihari. Along with Srihari, we have Amit Saji from Google and Don Peter from Finotes and Arun Janathan from Codingco. They are also mentoring for our bootcamp. So moving on to the next, we have Python industry group here. Shaheen, are you there? Yeah, hello. Hi, you're Yeah, audible. yeah. So first, let me know how many of you are into Python bootcamp. Can you just put in chat? Okay. Okay. Yeah. So what we are aiming in this Python bootcamp is that it is actually an beginner level bootcamp. If you are a newbie into this Python background, obviously you can join this. And in this bootcamp, it is split into two parts. In the first part, we'll be learning the things, and in the second part, we will be building some things. We are building around 5 simple projects, and also you can showcase that in your resume. So we are using a platform called Snakeify for this learning process, and also we'll be sharing some tutorials and all. So the detailed overview of this program will be given while we are starting this bootcamp. The bootcamp will be started on 4th of this month. Okay, I think there are a couple of days more to start this or kick off this event. So do you guys know what you can do after learning Python? Okay, so I'll just give a short brief. Actually, Python language nowadays it is a pretty much popular language. After learning Python, you can shift into several careers. For example, you can move into cybersecurity area. You can move to web development. You can move to AI kind of areas. Python, using Python, you can develop pretty much everything. The community support for the Python is huge. And also, for giving you a simple example, hope all of you have got a WhatsApp message today, right? Even that message was sent by a Python script, because that message was sent to around 1,000 members. So sending up to 1,000 members manually is not possible, right? So what we have done is I wrote a short Python script and it does the job. So you can also do similar stuff beyond the large things like AI, cybersecurity, and all. You can build some many small applications like this. You can automate your day-to-day process and all simply. And also so we'll be covering many stuffs like that in our bootcamp, and it is obviously a beginner level bootcamp. And if you have any doubt, you can ask in your WhatsApp group. WhatsApp group will be used as a medium for your bootcamp. On the first day, we will have an online session, and then following days, we will be following up on WhatsApp group. So if you have any doubts or any queries regarding the bootcamp, you can shoot in the WhatsApp group. Always consider the group as a casual group, but you should be only discussing the related steps. Okay, yeah, that's it. So we can conduct in the next meet of that is particular to our bootcamp. Okay. Okay, thank you, Shane. Moving on to the next, we have Flutter in this group. So we have one mentor. His name is Ashwin. His name is Ashwin Gopinath. He's from Zestmoney. He's a Flutter developer there. Along with him, we have Bibin Sebastian here. He is working as a software developer at Ycop Technologies Private Limited. Hello, Bibin. You there? Hello. Hi. You're audible. So about the Flutter bootcamp, similarly,
the beginning, some of them mentioned about the exorcism platform. We are also using the same platform for our first part. The first part will be concentrating mainly on Dart based. So some of you may know that we are using Dart programming language to develop apps in Flutter. So for that, for the span of first 1 month, we'll be using this platform. We'll be using this platform for, like, it has got 41 questions in Flutter section. Sorry, Dart section. So you can complete each of these tasks, each of these questions, and on the MuLearn website for Flutter. I'll just share the link for that. Okay, in that website, it has mentioned there are 6 steps. So first one is about installing the Dart SDK and code editor, and step 2 is starting the practice on exorcism platform, and on completing the first first 10 levels, you can post regarding that on the Discord channel to get the karma points. Similarly, you have to do do the same at level 20, 30, and at last at completing level 41. So on the next month, we'll be using the Flutter framework to develop some apps, and by the end of 2 months, you will be able to develop a basic mobile application using Flutter. Like you can try making some clone of some apps like that. So that's what we have planned. This is for around 2 months, and the first month, as I told you earlier, it will be concentrating on Dart basics. So that's all. Okay, so along with that, I'm also a Flutter developer, so we'll be working on some open source projects after the exorcism platform, exorcism exercises, and after that we will be concentrating on some community side projects also. So we have office hours for each interest groups this week, consistently for a week. So you will be directing there, and we'll have some more chats there, right? Okay, so moving on to the next, we have JavaScript in this group. So we have Alvin, John, and Bijo, Matthew, Jose here. So hey guys. Hey Alvin, you there? Yeah. Am I audible? Yeah, you're audible. Yeah. So everyone is curious about all the boot camps that have been mentioned here. And one of the boot camps that is included in this journey is the JavaScript language. So what is JavaScript? Can you speak in Malayalam? Okay. Malayalam. അത്രയും നല്ലത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആണ് നമ്മൾ ഈ ഒരു ബൂട്ട് ക്യാമ്പിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതിലെ ഒരു മെന്ററാണ് ഞാൻ. അതിൽ ഞാൻ മാത്രമല്ല, അശ്വിനുണ്ട്, ബിജോ ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ബൂട്ട് ക്യാമ്പ് നടത്തുന്നത് ജാവാസ്ക്രിപ്റ്റിന്റെ ആണ് ഞാൻ പറയുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിന്റെ ആണ് പറയുന്നത്. അത് എക്സിസം പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അതിന് മുമ്പായിട്ട് ജാവാസ്ക്രിപ്റ്റ് എന്താണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അത് നല്ലതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഓൾ ആപ്ലിക്കേഷൻസ്, നിങ്ങളിപ്പോൾ ആക്സസ് ചെയ്യുന്ന സൂം ആയിക്കോട്ടെ, വേറെ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, വെബ് ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, മൊബൈൽ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, അതിൽ ചില ഭാഗത്ത് ചില സമയത്ത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് 98% ഓഫ് ദി വെബ് ആപ്ലിക്കേഷൻസ് ഓർ വേൾഡ് വൈഡ് വെബ് ഈസ് ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് ജാവാസ്ക്രിപ്റ്റ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അത് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ബൂട്ട് ക്യാമ്പില് ഈ എക്സിസം പ്ലാറ്റ്ഫോമില് പല പല ലെവൽസ് ഉണ്ട്. ഓരോ ലെവൽസിൽ നിങ്ങൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡിസ്കോഡ് ചാനലിൽ വന്ന് ഈ പറയുന്ന കർമ്മ പോയിന്റ്സ് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
ഈ കർമ്മ പോയിന്റ്സിന്റെ ഉള്ള ഗുണം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടു കീപ് യു മോട്ടിവേറ്റഡ് ടു ഡു ലേൺ മോർ തിങ്സ്. നോട്ട് ഓൺലി ദാറ്റ്, ഇതിലെ നമ്മള് മെന്റോഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വറീസോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, ജാവാസ്ക്രിപ്റ്റ് എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം എന്ന് ചോദിച്ചാൽ, ഇപ്പം അറിയാത്തവരുടെ കേസിലാണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് വേണമെങ്കിലും ബിൽഡ് ചെയ്യാം. വെബ് പേജസ് ബിൽഡ് ചെയ്യാം, ബാക്ക് എൻഡ് എഴുതാം, എന്താ പറയുന്നത്, ഡേറ്റാബേസ് സ്ക്രിപ്റ്റ്സ് എഴുതാം, മൊബൈൽ ആപ്സ് ബിൽഡ് ചെയ്യാം, CLI ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇത്രയും കൂടെ നല്ല രീതിയിൽ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ, അക്കോർഡിംഗ് ടു സ്റ്റാക്ക് ഓവർഫ്ലോ കഴിഞ്ഞ 2022 ഏറ്റവും പോപ്പുലർ ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. അത് മാത്രമല്ലല്ലോ, 98% വെബ് ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഒബിയസ്ലി അത് പോപ്പുലർ ലാംഗ്വേജ് എന്ന രീതിയിൽ ആവും. പക്ഷെ ഈ പറയുന്ന പോലെ എല്ലാ ടൂൾസിനെ പോലെ, എല്ലാ ടെക്നോളജീസ് പോലെ ഇതും ഒരു ടെക്നോളജി തന്നെയാണ്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ യൂസേഴ്സ്. സോ അതിനനുസരിച്ച് ഈ പറയുന്ന ബൂട്ട് ക്യാമ്പ്സിൽ നിങ്ങൾ അത് പഠിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലുള്ളതെന്ന് പഠിക്കും. സോ that's pretty much about JavaScript. Vinu, okay le? Yeah, should we switch to Malayalam or continuing in English? How many of you have problem with Malayalam? How many are there having problem with Malayalam? ആരുമില്ല. എൻ്റെ അടുത്ത് ഇംഗ്ലീഷ് പറയാൻ സംസാരിക്കാൻ പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവർക്കും മലയാളം മതി. എന്ത് ചെയ്യുമെന്നാണ്. അപ്പോ കണ്ടിന്യൂ വിനു. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാ ബൂട്ട് ക്യാമ്പ്സിന്റെ ഒരു ചെറിയൊരു ഓവർവ്യൂ നമ്മൾ തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സോ ഇന്ന് 6:30 CTFന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. സോ CTF വിൽ ബി mentored by Extruder community and also Nixie Byte and Liminal Space also. So അത് ഒരു 5 days ഓഫ്ലൈൻ സെഷൻ ഓൺലൈൻ സെഷൻസ് ആയിരിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു 1 or 2 days നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളൊരു ഓഫ്ലൈൻ മീറ്റപ്പ് പോലെ ഒരു ഹാക്കത്തോൺ മോഡലായിരിക്കും നമ്മൾ CTF കാര്യങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം. ആൻഡ് അതേപോലെ തന്നെ പാരലലി നമ്മൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കിക്ക് ഓഫ് ചെയ്തിട്ടുള്ള ബൂട്ട് ക്യാമ്പ്സ് കാര്യങ്ങൾ, ഇപ്പൊ പൈത്തന്റെ കേസിലാണെങ്കിൽ പൈത്തൺ 4th സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 4th സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 22 daysന്റെ ഒരു ബൂട്ട് ക്യാമ്പ് മോഡലായിരിക്കും റൺ ചെയ്യുന്നത്. സോ ഷെയ്ഖിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കുന്നതായിരിക്കും. ആൻഡ് ആഫ്റ്റർ ഫസ്റ്റ് പാർട്ട് വിൽ ബി ബിൽഡിങ് ഇതേപോലത്തെ ഓട്ടോമേറ്റഡ്, ഇന്ന് ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് എല്ലാവർക്കും പേഴ്സണലി വന്നിട്ടുണ്ടാവും. സോ അതൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്തതാണ്. സോ ഐ തിങ്ക് അതൊരു 1.5 മണിക്കൂർ 2 മണിക്കൂറിന്റെ ഉള്ളിൽ ചെയ്ത ഒരു സ്ക്രിപ്റ്റിന്റെ ബേസിലാണ് എല്ലാവരും വർക്ക് ചെയ്തത്. സോ അത് പഠിച്ചെടുക്കാനും ഈസി ആയിരുന്നു എല്ലാവർക്കും. സോ നമ്മളെ ഇൻഡസ്ട്രി ഗ്രൂപ്പ്സിന്റെ ലീഡ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് പൈത്തന്റെ കേസ് അങ്ങനെയായിരിക്കും. ആൻഡ് ബാക്കിയുള്ള ബൂട്ട് ക്യാമ്പ്സിന്റെ കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എക്സറിസിസം എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് ആക്ച്വലി മൂവ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കോർ കൺസെപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ പഠിച്ചെടുത്തിട്ടായിരിക്കും നമ്മൾ ബിൽഡ് ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും സ്റ്റാർട്ട് ചെയ്യുന്നതും ഞാൻ ഇപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴും പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ കോർ ബേസിക്സിൽ കുറെ മിസ്സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബേസിക്സ് മൊത്തം കവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി. ആൻഡ് ആ പ്ലാറ്റ്ഫോമിൽ ബിൽഡ് ചെയ്ത് പഠിച്ചപ്പോഴാണ് എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആക്ച്വലി ചെറുതായിട്ട് ബിൽഡ് ചെയ്ത് വന്നത്. അപ്പോൾ സോ ആ ഒരു കൺസെപ്റ്റ്സ് എല്ലാവരും നല്ല രീതിയിൽ, ഇപ്പോൾ നമ്മൾ കൂട്ടത്തിൽ മെന്റർ ആയിട്ടുള്ള അമിത് സഞ്ജീവ് ഉണ്ട് ഗൂഗിളിൽ. സോ ആള് പറഞ്ഞൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനറലിസ്റ്റുകളെക്കാട്ടിലും കൂടുതൽ എക്സ്പേർട്സിനാണ് കൂടുതൽ വാല്യൂ ചെയ്യാന്നാണ്. അപ്പോൾ ആ ഒരു വാല്യൂ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ആക്ച്വലി നമ്മളെല്ലാവരും ചൂസ് ചെയ്തിട്ടുള്ളത്. സോ വി ഹാവ് ആൾട്ടർനേറ്റീവ്സ് ആയിട്ട് നമുക്കിപ്പോൾ ഹാക്കർ റാങ്ക് ഉണ്ട്, ലീഡ് കോഡ് ഉണ്ട്, അതേപോലെ തന്നെ പല കോഡ് ഷെഫ് എന്ന് പറഞ്ഞ പോലത്തെ കുറെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ അവിടെ കുറച്ചും കൂടി ഇന്റർഫേസ് കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. ആൻഡ് ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അത്ര കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് കമ്മിങ് ടു എക്സറിസം പ്ലാറ്റ്ഫോമിൽ അവിടെ UI ആണെന്നുണ്ടെങ്കിലും
ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒരു ചെറിയൊരു ബേസിക് കാര്യങ്ങൾ ജസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് ബാക്കി സംഭവങ്ങൾ. എത്ര കാലം എടുത്തടാ ബേസിക്? ഞാൻ ആക്ച്വലി എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു 13 days എടുത്തു എനിക്ക്. 20 ഫസ്റ്റ് 3 പ്രോഗ്രാംസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 4-5 ദിവസം എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ 13 days എടുത്തുള്ളൂ എനിക്ക് 20 ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. ആൻഡ് ഇപ്പോ ഒരു ക്വസ്റ്റ്യനിൽ 2 ദിവസമായിട്ട് പെട്ടിരിക്കുകയാണ്. സോ വി ഹാവ് കമ്മ്യൂണിറ്റി സൊല്യൂഷൻസ് ദർ, ബട്ട് ആ കമ്മ്യൂണിറ്റി സൊല്യൂഷൻ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ വർക്കിംഗ് എന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ് ഇപ്പോഴും കോപ്പി പേസ്റ്റ് ചെയ്യാതെ വെച്ചിട്ടുള്ളത്. ബട്ട് ഇവഞ്ച്വലി അത് പഠിച്ചെടുത്ത് ചെയ്യുന്നതന്നെ. സോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. നേരത്തെ ഞാൻ ഡ്രൈവ് ചെയ്ത് എവിടേക്കോ റേഞ്ച് പിടിക്കാൻ പോയിട്ട് സംസാരിക്കുന്നത്, ഇപ്പത്തെ ഇവിടെ തിരിച്ച് നെറ്റ് വന്നു എന്ന് പറഞ്ഞ് ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സ്റ്റേബിൾ ആയിട്ട് എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, സോ വി ഹാഡ് എ ഡിസ്കഷൻ വിത്ത് ഗവൺമെന്റ് ആസ് വെൽ ആസ് KTU യൂണിവേഴ്സിറ്റീസുമായിട്ടും ഇൻഡസ്ട്രിയുടെ എല്ലാവരുമായിട്ടും ഒക്കെ സംസാരിച്ചു. സോ ദ പ്രോബ്ലം ഈസ് ലൈക്ക്, ഇപ്പോ പിന്നെ ഗവൺമെന്റ് പറയുന്നു 20 lakh ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. ഓക്കെ, ആൻഡ് നമുക്ക് ഒരു വർഷം പിന്നെ എത്ര പേര് പഠിച്ചിറങ്ങുന്നു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന എത്ര പേരുണ്ട്? ഫുൾ പാസ്സായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ഡ്രോപ്പ് ഔട്ട് ആവുന്ന ആൾക്കാരുണ്ട്, സപ്ലി ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. കമ്പനീനെ സംബന്ധിച്ചിടത്തോളം പലരും ഇപ്പോഴും CGPA നോക്കിയിട്ട് ഹയർ ചെയ്യുന്നൊരു ട്രെൻഡ് ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അതായത് <3% ആണ് സ്കിൽ ബേസ്ഡ് ഹയറിംഗ് നടക്കുന്നത്. പക്ഷേ സ്കില്ലിംഗ് ഉള്ള ആൾക്കാരെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് ഭയങ്കര അടിയാണ്. അപ്പൊ പ്രശ്നം എന്താണെന്ന് നോക്കുന്ന സമയത്ത്, ഇപ്പോ DWMS ഒരു പോർട്ടൽ ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് 56,000 ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ കമ്പനീസ് എല്ലാവരും കൂടി ഇട്ടു. ഏകദേശം 25 lakhs പ്ലസ് യൂത്ത് അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ടോട്ടലി 56 lakhs ആൾക്കാരുണ്ട്. 26,000 പ്ലസ് 26 lakh 26 ലക്ഷം യുവാക്കള് അതിനകത്ത് അവരുടെ റെസ്യൂമെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ 56,000 ജോലിയിലേക്ക് ഇന്നും വേക്കൻസീസ് ഫിൽ ആയിട്ടില്ല. സോ വാട്ട് ഈസ് ദ പ്രോബ്ലം? 56,000 വേക്കൻസി ഫിൽ ചെയ്യാനായിട്ട് ഏകദേശം 25 ലക്ഷം പേരുള്ള ഒരു സ്ഥലത്തൊന്നും സാധിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞപ്പോ വി ജസ്റ്റ് ഡിഡ് ആൻ അനാലിസിസ് വാട്ട് ഈസ് ഹാപ്പനിങ് ദർ. അപ്പൊ മനസ്സിലാക്കി എന്താണെന്നറിയോ? ഈ ഇന്നത്തെ ന്യൂ ഏജ് ടെക്നോളജി സ്കിൽസിനകത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസിനകത്ത് അവർ ചോദിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളിൽ സ്കില്ലുണ്ടോ? 2, നിങ്ങൾക്ക് അതിനകത്ത് എക്സ്പീരിയൻസ് ഉണ്ടോ? 1 വർഷത്തെ എക്സ്പീരിയൻസോ 2 വർഷത്തെ എക്സ്പീരിയൻസ്, അങ്ങനത്തെ എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവസരം കിട്ടുള്ളൂ. ഇൻഡസ്ട്രി വർക്ക് ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ കയറ്റത്തുള്ളൂ. 2, ആ സ്കില്ല് കിട്ടണമെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രി പോകണം. പക്ഷെ നമുക്ക് എന്താണ് ഇവിടെ വെച്ചെങ്കിലും കിട്ടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കവിടെ കോളേജിൽ പഠിക്കുന്ന CGPA കൊണ്ട് കിട്ടുന്ന കുറെ വേക്കൻസീസ് കുറെ സർവീസ് കമ്പനീസിനകത്ത് ഉണ്ടാവാം. അതിലേക്ക് കയറി അതിനനുസരിച്ച് ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്ത് പോകുന്നൊരു കുറെ ആൾക്കാർ അങ്ങനെ പോകുന്നു. കുറെ പേര് ബാങ്ക് ടെസ്റ്റ് എഴുതാനും ബാക്കി നമ്മുടെ സർട്ടിഫിക്കറ്റ് മാത്രം വെച്ചിട്ട് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയിട്ട് എവിടെയോ ജോലിക്ക് കയറിയിട്ട് എന്തൊക്കെയോ ജോലി കിട്ടുന്ന രീതിയിലാണ് പോകുന്നത്. നമ്മളുടെ പാഷൻ അനുസരിച്ച് നമുക്ക് വേണ്ട സ്കിൽസ് വെച്ചിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ജോലി ചെയ്യാനായിട്ട് തയ്യാറാവാനായിട്ട് കഴിവുള്ള വളരെ കുറച്ച് ആൾക്കാരെ നമ്മുടെ നാട്ടിലുള്ളൂ. അപ്പൊ അവർക്ക് വേണ്ടത് ആ സ്കില്ലിങ്ങിനുള്ള അവസരം, 2 എക്സ്പീരിയൻസ് കിട്ടാനുള്ള അവസരം. അപ്പൊ കമ്പനീസിനോട് എല്ലാവരോടും ഒരു ഡിസ്കഷനിൽ ചോദിച്ചു, ഈ CGPA നിർബന്ധമാണോ നിങ്ങൾക്ക്? അപ്പൊ അവര് പറയണ വെച്ചാൽ പണി അറിയുന്ന ആൾക്കാർ കിട്ടണമെങ്കിൽ ഞങ്ങൾ ഇതൊന്നും നോക്കില്ല, ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ്. ബിക്കോസ് വി ജസ്റ്റ് വാണ്ട് സം പീപ്പിൾ ഹൂ നോ ദ സ്കിൽസ്. അപ്പോ നോർമലി ഇപ്പോ ഡോക്ടർമാർക്ക് അത് പറ്റില്ല. എന്തുകൊണ്ടാ അറിയോ? ഡോക്ടർമാർക്ക് ജോലി ചെയ്യണമെങ്കിൽ അത് ചെയ്യാനുള്ള ലൈസൻസ് ആണ് അവരുടെ ഡിഗ്രി എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പിന്നെ പാട്ട് പാടാനായിട്ട് നമുക്ക് അങ്ങനത്തെ ലൈസൻസിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് ശരിക്കും നമ്മുടെ സ്കില്ലാണ് അവിടെ ആവശ്യം. 2, ഡോക്ടർമാർ പഠിക്കുന്നത് എവിടെയാണ്? മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജിൽ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരാണ്. ഒരു സർജറി ഒക്കെ വന്ന് കഴിഞ്ഞ ശേഷമാണ് ബാക്കി ഇവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ദേ ആർ വർക്കിംഗ് ഇൻ എ റിയൽ വേൾഡ്. അവരുടെ ഇൻഡസ്ട്രി എന്താണ്? ആ ഇൻഡസ്ട്രിക്ക് അകത്ത് നിന്നിട്ടാണ് അവർ പഠിക്കുന്നതെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻഡസ്ട്രിയിൽ നിന്ന് മൊത്തത്തിൽ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ വി ആർ നോട്ട് പ്രൊഡ്യൂസിങ് സ്കിൽഡ് വർക്ക്. സ്കില്ലുള്ള ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇന്നത്തും നമ്മുടെ എഞ്ചിനീയറിംഗിന് സാധിക്കാത്തത്.
And university also accept that. And I bet like 5 years down the road, ഈ കാര്യങ്ങളെല്ലാം ഡിസ്ട്രപ്റ്റ് ആയിട്ട് ഇമ്പ്രൂവ് ഇതായിട്ട് മാറാനായിട്ട് പോവാണ്. ആൻഡ് ദേ ഓൾസോ അക്സെപ്റ്റ് ലൈക്ക് ദേ ഹാവ് ടു ചേഞ്ച്. ആൻഡ് വിത്ത് KTU കോളേജിൽ എത്ര ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. വിത്ത് KTU വി ആർ ഗെറ്റിംഗ് ടു ആൻ MUE വേർ സ്കില്ലിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ സൗജന്യമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് MuLearn വിൽ ബി ദ പ്ലാറ്റ്ഫോം അവൈലബിൾ. അപ്പൊ ചിലരൊക്കെ പറയും MuLearnലേക്ക് വന്ന് ഇപ്പൊ ആദ്യം കുറെ കോഴ്സുകൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പിന്നീട് കാശിന് കൊടുക്കാനായിട്ട് കച്ചവടമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ബിക്കോസ് വി ആർ സീയിങ് അറൌണ്ട് ബിസിനസ് അറൌണ്ട് എന്ത് എഡ്യൂക്കേഷൻ. നമ്മുടെ രാജ്യത്തിന്റെ ബഡ്ജറ്റിനേക്കാളും എഡ്യൂക്കേഷൻ ലൊക്കേറ്റ് ചെയ്യുന്ന ബഡ്ജറ്റിനേക്കാളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ പരസ്യങ്ങൾക്കായിട്ട് ചെലവഴിക്കുന്ന നാടാണ് നമ്മുടെ. പക്ഷെ MuLearn is a student or youth led movement. നിങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണിത്, വിച്ച് ഈസ് ഗോയിങ് ടു ചേഞ്ച് കേരള ഇൻ ദ കമ്മിങ് ഇയേഴ്സ്, വിച്ച് ഈസ് സപ്പോർട്ടഡ് ബൈ ഇൻഡസ്ട്രി, ഗവൺമെന്റ് ആൻഡ് ദ യൂണിവേഴ്സിറ്റീസ്. ഇപ്പൊ വിനുവിനോടൊക്കെ ചോദിച്ചാൽ അറിയാം. വിനു കഴിഞ്ഞ ദിവസം നമ്മുടെ മിനിസ്റ്ററിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ടാണ് 15 മിനിറ്റ് ചോദിച്ചിട്ട് അവന്റെ കഥയൊക്കെ പറഞ്ഞ് അവൻ ചെയ്ത വെബ്സൈറ്റ് ഇത് ചെയ്തത്. അവിടെ കൂടെ ഉണ്ടായിരുന്നത് KTUവിന്റെ വൈസ് ചാൻസലർ, KDSCന്റെ ഇത് പിന്നെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സ്, ഇവരെല്ലാവരും ബാക്കി ഇൻഡസ്ട്രിയുടെ ലീഡേഴ്സ് എല്ലാവരും നിൽക്കുന്ന വേദികളിൽ വന്ന് അതൊക്കെ പ്രസന്റ് ചെയ്യാനായിട്ടും കാര്യങ്ങൾ ചോദിക്കാനായിട്ടും കേപ്പബിലിറ്റി ഉള്ള എംപവേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിട്ട് വിനു മാറിയത് MuLearn വന്നതിന് ശേഷമാണ്. അതുപോലെ ഓരോ ആൾക്കാർക്കും അതേ കണക്കത്തെ അവസരമുണ്ട്. വി വിൽ ബി യുവർ വോയിസ്. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തായിരുന്നു എന്നറിയോ, നമുക്ക് സ്റ്റുഡൻസിന്റെ പ്രൊഡക്റ്റീവ് ടൈം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നായിരുന്നു നമ്മുടെ ചർച്ച. ഒന്ന്, നമ്മുടെ റെക്കോർഡ് ബുക്കിനകത്ത് വലത് ഭാഗത്ത് എഴുതുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ഈ ഒബ്സർവേഷൻ ഇങ്ങനെ നമ്മുടെ ഫൈൻഡിങ്സ് എഴുതുന്ന സ്ഥലമല്ല, അപ്പുറ സൈഡിൽ ഇത് എന്തിനാണ് നമ്മൾ മൊത്തം ഇന്നും ആ പേപ്പറിൽ എഴുതി വെക്കുന്നത്, അത് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതി. അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും അതെല്ലാം പല കോളേജിനകത്തും ഇപ്പോഴേ റെക്കോർഡ് ബുക്കിനകത്ത് എഴുതണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റീവ് ടൈമാണ് അതിലേക്ക് നഷ്ടപ്പെടുത്തുന്നത്. ആൻഡ് വി ഹാഡ് എ ടോക്ക് വിത്ത് ദ യൂണിവേഴ്സിറ്റി VC, KTUവിന്റെ പുതിയ VC ഉണ്ട്. മാഡം പറഞ്ഞു നിങ്ങൾ അതൊരു ലിസ്റ്റ് ആയിട്ട് ഇൻഡസ്ട്രിയുടെ സൈഡിലെ സജഷൻസ് ആയിട്ട് തരൂ. വി വിൽ ട്രൈ ടു ഗെറ്റ് ടുവേർഡ്സ് ദ കോളേജസ് ഈ കാര്യങ്ങളെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യാം. സോ വി ക്യാൻ ഇൻഫ്ലുവൻസ് ഈവൻ ദ യൂണിവേഴ്സിറ്റീസ് ടു മേക്ക് ചേഞ്ചസ്. ഇപ്പോ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്ത 2 ചേഞ്ചസ് ഉണ്ടായിരുന്നു, വിച്ച് വി ഇൻസിസ്റ്റഡ് യൂണിവേഴ്സിറ്റി ടു ഡു. ഒന്ന്, 1 മാസത്തെ ഇന്റേൺഷിപ്പ് എല്ലാവർക്കും നിർബന്ധമാക്കി. ഇപ്പൊ അതിന്റെ ഓർഡർ വന്നിട്ടുണ്ടാവും. പിന്നെ ഇൻഡസ്ട്രിയുടെ പ്രോജക്ട് ഫൈനൽ ഇയേഴ്സ് ചെയ്യുന്നവർക്ക് 2 monthsന്റെ അറ്റൻഡൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. MTechന് 1 വർഷത്തെ ഫുൾ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഇതും KTU തീരുമാനം എടുത്തിട്ടുണ്ട്. സോ ദോസ് വർ ദ ചേഞ്ചസ് ദാറ്റ് വി വർ ഏബിൾ ടു ഇൻസിസ്റ്റ് ഓൺ ദ യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ നിങ്ങൾ പറയാനായിട്ട് പോകുന്നതും ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നതും കുറെ കാര്യങ്ങൾ സ്കില്ല് പഠിച്ച് എവിടെയെങ്കിലും ജോലി കിട്ടുക എന്നുള്ള കാര്യം മാത്രമല്ല, സ്കില്ല് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പേരെ എംപവർ ചെയ്യാൻ പറ്റും. യു ഷുഡ് ലേൺ ദിസ് ആൻഡ് ഓൾസോ ടീച്ച് ദിസ്. പഠിക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അവന്യൂസിലേക്ക് പോവാം. അപ്പൊ ഇതിനകത്ത് വെബ് ഡെവലപ്മെന്റിന്റെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകാർ വെബ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന ചലഞ്ച് ഉണ്ട്. ചലഞ്ച് ഒരെണ്ണം ഇപ്പോൾ ഉള്ളത് എന്താണ്, ഒരു ചായക്കടയെ ഓൺലൈനായിട്ട് കൊണ്ടുവരാനായിട്ടാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓൺലൈനായിട്ട് കൊണ്ടുവരാം. അത് വെബ് പഠിച്ചു എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ എഴുതിയ കോഡ് കാണിച്ചു കൊടുക്കാനായിട്ടുള്ള ധൈര്യം ഉണ്ടാവണം. അപ്പോൾ ദ ചലഞ്ച് ഈസ് ജസ്റ്റ് ഗോ ടു എനി ടീ ഷോപ്പ് നിയർ ബൈ, ജസ്റ്റ് ടേക്ക് ദ മെനു ഐറ്റംസ് ദർ. അവിടുത്തെ മെനു അല്ലെങ്കിൽ അവിടുത്തെ ആളിന്റെ ചേട്ടന്റെ ഒരു ഫോട്ടോയും അവിടുത്തെ ഒരു ടെസ്റ്റിമോണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഗിറ്റ്ഹബ് റിപ്പോ ഒന്ന് ഫോക്ക് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്യൂ. വി വിൽ ഹെൽപ്പ് യു ടു ഹോസ്റ്റ് ഇറ്റ് ലൈവ് ആൻഡ് ഗിവ് യു ദ URL. അത് നിങ്ങൾക്ക് കടയിൽ കൊടുക്കാം. ചേട്ടന്റെ വെബ്സൈറ്റ് ഇതാ www.shashirnansteashop.com. ഇനി തൊട്ട് ലൈവാണ്. ചേട്ടൻ ആരെങ്കിലും മെനു ഒക്കെ പൈസ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സൈറ്റിൽ പോയി നോക്കാനായിട്ട് പറയാന്നുള്ളത്. സോ യു വിൽ ബി ഹാവിങ് എ റിയൽ വേൾഡ് ഒരാൾ യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ. അവർക്കത് പ്രയോജനം ഉണ്ടായി. അലോങ് വിത്ത് ദാറ്റ് യു വിൽ ഗെറ്റ് അവന്യൂസ് ഫോർ നെക്സ്റ്റ് ലെവൽ ഓഫ് വർക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് എന്നൂര് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് ഉണ്ട് വയനാട്. അതിന്റെ വെബ്സൈറ്റ് നമ്മുടെ MuLearnലെ കുട്ടികൾ ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ഇറ്റ് ഈസ് എ സോഷ്യൽ ഇമ്പാക്ട് പ്രോജക്ട്. അപ്പൊ ആദ്യം നിങ്ങളൊരു ചലഞ്ച് ചെയ്യുന്നു, ദെൻ യു വിൽ ഗെറ്റ് ടുവേർഡ് സോഷ്യൽ ഇമ്പാക്ട് പ്രോജക്ട്. ആൻഡ് അത് അത്രയും കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ചെയ്യാനായിട്ട് ഒത്തിരി ഗിഗ് വർക്ക്സ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, സ്റ്റാർട്ടപ്പ് മിഷൻ ഈസ് വില്ലിംഗ് ടു പേ ഫോർ ബിൽഡിംഗ് ദെയർ റിംഗിന്റെ വെബ്സൈറ്റ് ചെയ്യാനായിട്ട്. ദർ ആർ മെനി കമ്പനീസ് ഹു ഹാവ് ദെയർ വർക്ക് ലൈൻഡ് അപ്പ്.
if MuLearn can work on it. പക്ഷെ MuLearn ഒരേ ഒരു കാര്യം പറയുള്ളൂ, നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് കൊടുക്കാൻ കേപ്പബിൾ ഉള്ള ആൾക്കാർ മാത്രമേ അതിലേക്ക് വർക്ക് ചെയ്യുള്ളൂ. അതിനകത്തേക്ക് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരുന്നതിന്റെ ഫസ്റ്റ് സ്റ്റേജിലാണ് നിങ്ങൾ നിൽക്കുന്നത്. യു ആർ ജസ്റ്റ് കമ്മിങ് ടുവേർഡ്സ് ദ കമ്മ്യൂണിറ്റി ആൻഡ് ആക്ടിങ്. അതിനകത്ത് ലേണിംഗിലേക്ക് കടക്കുകയാണ്. ലേണിംഗ് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പോകുന്നത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള സ്റ്റേജിലേക്കായിരിക്കും. നിങ്ങളുടെ ക്യാമ്പസിനകത്തൊക്കെ ബാക്കിയുള്ള കൂടുതൽ ആൾക്കാർക്ക് ആ ബൂട്ട് ക്യാമ്പ് കൊടുക്കുക, അങ്ങനെ ഒരു ലീഡർഷിപ്പിലേക്ക് വരികയായിരിക്കും വരുന്നത്. Then you will be doing the community impact project, and then if you want to earn while studying also, there are hundreds of students who had done internship in MuLearn which they got paid for that, and also ipo ottiri students innum associates item iduaittu okke endana pocket money മാത്രമല്ല നല്ല അത്യാവശ്യം തിരക്കേടില്ലാത്ത സാലറി കിട്ടുന്ന രീതിയിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടുന്ന ആൾക്കാർ MuLearnകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഈ സ്കില്ല് ബിൽഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന പ്രോജക്റ്റിലേക്ക് നിങ്ങൾക്ക് കടക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പഠിക്കേണ്ട, നാളെ പഠിക്കാം, അല്ലെങ്കിൽ പിന്നീടായിട്ട് ഇങ്ങനത്തെ ബൂട്ട് ക്യാമ്പൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ എന്നും പ്രോകാസ്റ്റിനേറ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. സോ ദിസ് ഇയർ ലെറ്റ്സ് സ്പാർക്ക് ഹിയർ. നമുക്ക് ഈ ഇവിടെ തന്നെ ലേണിംഗ് സർക്കിൾസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മുമ്പോട്ട് പോവാം. കുറച്ച് അങ്ങോട്ടേക്ക് പോയിട്ട് എനി പ്രോബ്ലം, എനി ചാലഞ്ചസ്, ദർ വിൽ ബി പീപ്പിൾ ടു ഹെൽപ്പ് യു ഔട്ട്. നേരത്തെ വിനു പറഞ്ഞില്ലേ അമൃത് സഞ്ജീവ് വരുന്നുണ്ട് ഗൂഗിളിൽ നിന്ന്. അമൃത് സഞ്ജീവ് ആരാ? ഗൂഗിളിന്റെ ആൻഡ്രോയിഡിന്റെ ഡെവലപ്പർ ലീഡാണ്. സോ ഹി ഈസ് കമ്മിങ് ഹിയർ ആൻഡ് ടീച്ചിങ് യു. വേറെ എവിടെ പോയി കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ കണക്കത്തെ ഒരു ആളിന്റെ സപ്പോർട്ടോടുകൂടി കാര്യം പഠിക്കാൻ പറ്റും അല്ലേ? അപ്പോ നേരിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവര് അപ്പം അമൃത് സഞ്ജീവിന് നമ്മൾ പേ ചെയ്തിട്ടാണ് അമൃത് വരുന്നത്. നോ, ഹീസ് കമ്മിങ് ഹിയർ ടു കോൺട്രിബ്യൂട്ട്. വേറെ ഏതെങ്കിലും കോഴ്സ് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ എത്ര ലക്ഷം രൂപ കൊടുത്താൽ അതുപോലെ ഒരാൾ വന്നിട്ട് പഠിപ്പിക്കും. അതുകൊണ്ടാണ് അങ്ങനത്തെ കോഴ്സുകളെല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് ഇരിക്കുന്നതും MuLearnന് അത് ഫ്രീ ആയിട്ട് തരാനായിട്ട് പറ്റുന്നതും. സോ ദിസ് ഈസ് നോട്ട് എ ബിസിനസ്, ദിസ് ഈസ് എ സോഷ്യൽ ഇമ്പാക്ട് പ്രോജക്റ്റ്. അപ്പോൾ എല്ലാവരും ഇതിനകത്ത് MuLearnന്റെ കൂടെ നിങ്ങൾ കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിയുന്ന സമയത്ത് യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് MuLearn ഈസ്. ആദ്യമൊക്കെ MuLearn എന്താണെന്ന് മനസ്സിലാക്കാത്തതിൻ്റെതായിട്ടുള്ള ഒരു ഇത് പലർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് MuLearn എക്സിസ്റ്റൻസിൽ ഉണ്ട്. സോ ഐ തിങ്ക് യു വിൽ ബി നോയിങ് മോർ അബൌട്ട് MuLearn ഇൻ ദ കമ്മിങ് ഡേയ്സ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണാമായിരുന്നു. ഞാനിപ്പോൾ കുറേ പേരുകളോടാണ് സംസാരിക്കുന്നത്. എത്ര പേർക്ക് വീഡിയോ ഓൺ ചെയ്ത് വരാനായിട്ട് പറ്റും? നമ്മുടെ മെന്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം വീഡിയോ ഓൺ ചെയ്ത് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കാണട്ടെ. എന്തായാലും നമ്മുടെ ഒരു ന്യൂ ഇയർ അല്ലേ, നല്ലൊരു ഫോട്ടോ എടുക്കാം നമുക്ക്. വിനു, ന്യൂ ഇയർ നല്ലൊരു സ്റ്റാർട്ടായിട്ട് നല്ലൊരു ഫോട്ടോ എടുക്കാം. ഇതിന്റെ ഗ്രിഡ് ഒന്ന് മാറ്റാൻ നോക്കുകയാണ്. ഗ്രിഡ് മാറ്റണ്ട, ഞാൻ എടുത്തോളാം. അപ്പൊ ഇനി രണ്ടാമത്തെ കാര്യം, യു ക്യാൻ ഓൾസോ ആസ്ക് ക്വസ്റ്റ്യൻസ്. നേരത്തെ ഒരാള് can you ask the VC to improve the valuations in their exam? So that is another thing that we were talking. നമ്മൾ ചിലപ്പോ in future we might be introducing one course also. അതായത് എല്ലാ ബ്രാഞ്ചുകാർക്കും എടുക്കാൻ പറ്റുന്ന ജാവാസ്ക്രിപ്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് വൺ ഓഫ് ദി യൂണിവേഴ്സൽ ലാംഗ്വേജ്. നേരത്തെ നമ്മുടെ ആൽവിൻ ജോൺ പറഞ്ഞ പോലെ അത് വളരെ എളുപ്പം എല്ലാവർക്കും ഡിപ്ലോയ് ചെയ്യാം. വേറെ ഒരു സോഫ്റ്റ്വെയറും വേണ്ട, ഒരു ബ്രൗസർ ഉണ്ടെങ്കിൽ നമുക്ക് കോഡ് എഴുതിയിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ജാവാസ്ക്രിപ്റ്റ്. അതുപോലെ തന്നെ എല്ലാ ആപ്ലിക്കേഷൻസിലും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ അങ്ങനത്തെ ഒരു കോഴ്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഇവാലുവേഷൻ നീഡ് ടു ടേൺ ടുവേർഡ്സ് ദ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ചെയ്ത് ഓട്ടോമേറ്റഡ് ഇവാലുവേഷൻ സിസ്റ്റത്തിലേക്ക് മാറണം. കോഴ്സസ് ഷുഡ് ബിക്കം ഓപ്പൺ. അതായത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമല്ല, ആ കോഴ്സ് ബാക്കിയുള്ള പബ്ലിക്കിനും വന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കുറച്ച് കോഴ്സസ് പൊസിഷൻ ചെയ്യണം. അപ്പൊ ഇതൊക്കെ യൂണിവേഴ്സിറ്റി ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ആൻഡ് വാട്ട് എവർ തിങ്സ് ദാറ്റ് യു വാണ്ട് ടു നിങ്ങളുടേതായിട്ട് വോയിസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ അടുത്തത് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റിയിൽ മാറ്റേണ്ട 10 കാര്യങ്ങളുടെ ലിസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് വി വിൽ ബി വോയിസിങ് ഇറ്റ് ടു ദ യൂണിവേഴ്സിറ്റി VC. അപ്പൊ VC അത് അറ്റ്ലീസ്റ്റ് സിൻഡിക്കേറ്റിൽ വെച്ച് ചർച്ച ചെയ്യും. എന്നിട്ട് വേണ്ടാന്ന് വെക്കുമെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് അങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ടുവരാം. എനിത്തിങ് ദാറ്റ് യു വാണ്ട് ടു സീ ആസ് എ ചേഞ്ച് ഇൻ ദ സിസ്റ്റം. ഇപ്പോ എക്സാമിനേഷൻ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് ഒന്ന് നടത്താൻ പറ്റുമോ എല്ലാ കോളേജിനകത്തും? പരീക്ഷ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ആൻഡ് ദെൻ അപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോബ്ലംസ് അതും പറഞ്ഞോളൂ. ഇറ്റ് ഈസ് എ ന്യൂ ഇയർ ആൻഡ് താങ്ക്സ് എ ലോട്ട്. എല്ലാവരും
100ഓളം പേര് ഇപ്പോഴും ഇവിടെ ഇരുന്ന് ഇതൊരു പ്രയോറിറ്റി ആയിട്ട്, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് പ്രയോറിറ്റി അല്ലേ. നമുക്ക് പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാനായിട്ടുണ്ട്, ഒരുപാട് എന്റർടൈൻമെന്റും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഇന്ന് 100 പേര് വന്നിരിക്കുന്നുണ്ട് എങ്കിൽ you should also feel proud about yourself because you are the cream of the resources across the state. കേരളത്തിനകത്ത് മുഴുവനുള്ള കുട്ടികളും അല്ല ഇവിടെ വന്നിരിക്കണം അല്ലെ. ശരിക്കും എന്തൊക്കെയോ പഠിക്കണമെന്ന് താല്പര്യമുള്ള, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ അത് നമുക്ക് ആ ഒരു കണക്ഷൻ കീപ്പ് ചെയ്ത് തന്നെ മുമ്പിലോട്ട് പോകാനായിട്ട് പറ്റണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ പറയൂ, നിങ്ങളൊക്കെ കുറച്ച് പേരൊക്കെ ഒന്ന് സംസാരിച്ച് കേൾക്കാൻ നല്ലതാണ്. വൺ സൈഡ് ആയിട്ട് ഇത് റേഡിയോ അല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ചോദിക്കൂ. നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്നോട് പറഞ്ഞു, വിനു എന്തൊക്കെ ആൻസർ ചെയ്തു, ആൾക്കാർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അതായത് ഇത് KTU എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണോ മ്യൂലേൺ? അല്ല, ഇതിനകത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ആവട്ടെ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, IT ആയിക്കോട്ടെ, പോളിടെക്നിക് ആയിക്കോട്ടെ, അതൊക്കെ ഉള്ള വെറുതെ പുറത്തിറങ്ങി സപ്ലി അടിച്ച് നടക്കുന്നതായിക്കോട്ടെ, ഡ്രോപ്പ് ഔട്ട് ആയി പോയവനായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ കൃഷി ചെയ്യണവനായിക്കോട്ടെ, എനിബഡി ക്യാൻ ബി പാർട്ട് ഓഫ് മ്യൂലേൺ. നിങ്ങൾക്ക് എന്ത് കാര്യവും പഠിക്കാനായിട്ട് മ്യൂലേണിലേക്ക് വരാൻ എന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ക്ലോസ് ടു എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസ്. Hello. ചോദിച്ചോ. അജ്നാസ്. I'm Ajnas. I'm from QSAT. Hi. Hi. അപ്പൊ ഈ പറഞ്ഞ കാര്യം ഒന്ന് കുസാലിലും കൂടി നടപ്പാക്കാനുള്ളതല്ല. കുസാലിൽ നടപ്പിലാക്കാനായിട്ട് നിങ്ങളുടെ അവിടുത്തെ IEEE ഇതായിട്ടുള്ള ഒരു ബിജോയ് എന്ന് പറയുന്ന ഒരു he's in charge of that right now. He's having a talk with the VC. നമുക്ക് ഉടനെ തന്നെ VC ആയിട്ടൊരു ടോക്ക് ഉണ്ടാവും. കാര്യം ക്യുസാറ്റിലൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവരൊക്കെ ഇതിനെ കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഞങ്ങളുടെ കുട്ടികൾക്ക് ജോലി വേണ്ട, ഇതൊരു പ്ലേസ്മെന്റിന്റെ സാധനമായിട്ടാണ് അവർ കൺസിഡർ ചെയ്യണേ. അപ്പൊ ഞങ്ങളുടെ കുട്ടികൾ 100% പ്ലേസ്ഡ് ആയി പോകും. പിന്നെ എന്തിനാ? പക്ഷെ പ്ലേസ്ഡ് ആകുമ്പോൾ എവിടെയാ പ്ലേസ്ഡ് ആവണേ? യു ആർ ജസ്റ്റ് ഗെറ്റിംഗ് പ്ലേസ്ഡ് അറ്റ് സം പ്ലേസസ് where you get a job and then get trained for that. അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി എടുക്കാനും നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ്വർക്ക്, നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ആയിട്ട് മാറാനായിട്ടുള്ള ഒരു പിയർ ലേണിംഗ് സിസ്റ്റമാണ് മ്യൂലേൺ. അപ്പൊ അത് ക്യുസാറ്റിൽ എന്തായാലും ചെയ്യും. ക്യുസാറ്റിലോട്ട് ഞാൻ ചിലപ്പോ വരുന്നുണ്ടാവും. നീയാണോ എന്നെ? അതെ, ഞാൻ തന്നെ. ഒരു 13th ഫ്രീ ആണോ? 13th ഞാൻ ഫ്രീ അല്ല. 6 മണിക്കൂർ വർക്ക്ഷോപ്പ് എടുക്കാനായിട്ട് പറഞ്ഞേക്കാണ്. അല്ലാതെ 6 മണിക്കൂറിൽ 3 hours. 3 hours നോക്കണ 13th. ശരി, അന്ന് വന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഞാൻ 13th മാക്സിമം ഞാൻ വരാനായിട്ട് നോക്കാം. ഒന്ന് നേരത്തെ പറയാണെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ടാ സംഭവം. സെറ്റാക്കാം. പിന്നെ അപ്പൊ താങ്ക് യു അജ്നാസ്. അപ്പൊ അജ്നാസ് ചോദിച്ചു കേട്ടില്ല, അതുപോലെ മുമ്പിലോട്ട് വന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ട്? നിങ്ങളൊക്കെ ഓരോ ക്യാമ്പസിനകത്ത് അവിടുത്തെ കിടിലങ്ങളാണെന്ന് എനിക്കറിയാം. പറ. അപ്പൊ രണ്ടെന്ന് പറയുന്നത്, നിങ്ങളിപ്പോ ചിലപ്പോൾ വേറെ പല കമ്മ്യൂണിറ്റീസിന്റെ ഭാഗമാവാം. നിങ്ങൾ ചിലപ്പോൾ IEEE ഭാഗമാവാം, ടിങ്കർ ഹബിന്റെ ഭാഗമാവാം, അല്ലെങ്കിൽ പൈഗ്രാമോസ്, അല്ലെങ്കിൽ മറ്റേത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെങ്കിൽ IEDC ഭാഗമായിട്ടുണ്ടാവാം. സോ മ്യൂലേൺ ഈസ് എ ഫ്രെയിം വർക്ക് ദാറ്റ് വർക്ക്സ് കൊളാബറേറ്റീവ്ലി വിത്ത് ഓൾ ദ മറ്റേ എല്ലാ കമ്മ്യൂണിറ്റീസും ഒരുമിച്ച് ചേർന്നിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ അതിന്റെ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. where it is not a competition for another community out there. MuLearn is not just a community. ഇത് ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് മൂവ്മെന്റ് ആണ്. അതിനകത്ത് കൂടുതൽ കമ്മ്യൂണിറ്റീസ് ഓരോ ക്യാമ്പസിലും ഉണ്ടാവുക നമ്മുടെ ആവശ്യമാണ്. ബിക്കോസ് ആ കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനത്തെ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിനകത്ത് ഇപ്പൊ പൈതന്റെ ബൂട്ട് ക്യാമ്പ് നമ്മളിവിടെ പറയുന്നുണ്ടെങ്കിൽ, ഈ ബൂട്ട് ക്യാമ്പ് വേണമെങ്കിൽ IEEE എടുത്ത് നടത്താം അവിടെ. മനസ്സിലായോ? നിങ്ങളുടെ ക്യാമ്പസിനകത്ത് മറ്റു കമ്മ്യൂണിറ്റീസിനും എടുത്ത് റൺ ചെയ്യാനായിട്ട് പറ്റുന്ന മോഡലിലാണ് ഇതിനെ ഡിഫൈൻ ചെയ്ത് വരുന്നത്. ഈസ് GPT റീപ്ലേസ് ഡെവലപ്പർ? ഓപ്പൺ എയുടെ കാര്യത്തിൽ ഇപ്പൊ ChatGPT ആണല്ലോ എല്ലാവരുടെയും ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഭയങ്കര എയുടെ ഒരു ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ളൊരു പീരീഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോ നമ്മൾ പണ്ട് ഇന്റർനെറ്റ് ക്രിയേറ്റ് ചെയ്തപ്പോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടായ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അത് കണക്കൊരു ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള ചേഞ്ചിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാനായിട്ട് വരുന്നത് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് നിങ്ങൾ ഭാവിയിൽ ജോലി ചെയ്യും, അല്ലെങ്കിൽ ആ സ്കില്ല് വെച്ചിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നല്ല, എങ്ങനെ പുതിയ കാര്യങ്ങൾ പഠിക്കാമെന്നും എങ്ങനെ അത് അപ്ലൈ ചെയ്യാനെന്നും ഉള്ളൊരു നോളജും കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജോബിന്റെ ഭാഗമായിട്ട് മാറുകയായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതിനകത്ത് അവിടെ പുതിയ ഓപ്പർച്യൂണിറ്റീസും പുതിയ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ആവണം എന്നുള്ളതാണ്. ഇപ്പോ പണ്ട് കൃഷിക്കാരുടെ ഇടയിലേക്ക് ട്രാക്ടർ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്,
കൃഷിക്കാരുടെയൊക്കെ ജോലി നഷ്ടപ്പെടുന്നു അല്ലേ? ട്രാക്ടർ മറ്റേ കൊയ്യാൻ പോകുന്ന ആൾക്കാരുടെയൊക്കെ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞില്ലേ? ഉണ്ടോ? ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ ആ ട്രാക്ടർ വന്ന കാരണം നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് ആരെങ്കിലും വിചാരിക്കണുണ്ടോ? ഉണ്ടോ? ഇല്ല. വി സ്റ്റാർട്ട് ലിവിങ് അലോങ് വിത്ത് ദോസ് ചേഞ്ചസ്. ആ ചേഞ്ചസ് നമ്മളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുകയായിരിക്കും ചെയ്യുന്നത്. വി വിൽ കോഡ് മച്ച് ഫാസ്റ്റർ യൂസിങ് ദോസ് ടൈപ്പ് ഓഫ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റംസ് എന്നുള്ളതാണ്. നമ്മൾ മുണ്ടേനായിട്ട് ഒരു മെഷീന് ചെയ്യാൻ പറ്റുന്ന സാധനം നമ്മൾ എന്തിനാ ചെയ്യണേ? അതിന്റെ മുകളിലേക്കുള്ള ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യേണ്ട ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റഫായിരിക്കും നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ChatGPT, of course, will be a tool that will help a lot to improve our productivity. അതിനകത്ത് ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഇന്ന് കാണുന്ന രീതിയിലല്ല നാളെ ഡെവലപ്പേഴ്സ് ഉണ്ടാവാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ അകത്ത് ഏർലി അഡോപ്റ്റേഴ്സ് ആയിട്ട് മാറാനായിട്ടാണ് നിങ്ങൾ മ്യൂലേണിലേക്ക് വരുന്നത്. സോ ഇപ്പൊ ഇലിറ്ററേറ്റ് എന്ന് പറയുന്നത് എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാരല്ല, പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടും ആ ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാനും പറ്റാത്ത ആൾക്കാരെയാണ് ഇലിറ്ററേറ്റ് എന്ന് പറയുന്നത് ഇന്ന്. അപ്പോൾ നിങ്ങളത് ചേഞ്ചസ് എല്ലാം അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെയുള്ള സെൽഫായിട്ടുള്ള ഒരു സ്കിൽ ബിൽഡിങ്ങിലേക്ക് നോക്കാനായിട്ടും പറ്റണം എന്നുള്ളതാണ്. അടുത്ത എന്തോ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോക്കട്ടെ. Can you please tell the VC to improve the evaluations on the examination? അപ്പൊ VC ഇതിന് മുമ്പത്തെ VC രാജശ്രീ മേഡം ഒരു മീറ്റിങ്ങിനകത്ത് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു. എന്തായിരുന്നു? ഞങ്ങൾക്ക് 15 ലക്ഷം പേപ്പർ കറക്റ്റ് ചെയ്യണം ഒരു വർഷം. 15,000 റിസോഴ്സ് ആണുള്ളത്. അവരെ കൊണ്ട് പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം, കറക്റ്റ് ചെയ്യണം. ഇതിനകത്ത് കിടന്നിട്ട് ഞാനിന്മേൽ കളിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. They are not able to get those things properly within the resource, limited number of resources that is available. അപ്പോൾ ഇതിനകത്തൊരു സിസ്റ്റം മെക്കാനിസം അവർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ മെക്കാനിസം ഈസ് ഫങ്ഷനിങ് എക്സാക്ട്ലി വാട്ട് ഇറ്റ് വാസ് ഡിസൈൻ ഫോർ. അതായത് പരീക്ഷ നടത്തുക, സപ്ലൈ നടത്തുക, ഇത് ചെയ്യുക, സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക, ഇതൊക്കെയാണ് യൂണിവേഴ്സിറ്റിയുടെ ഇതെന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ നീഡ് ഇന്ന് ചേഞ്ച് ആയി. ആ പുതിയ നീഡിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റിക്ക് സമയമെടുക്കും. സോ MuLearn is a system that will help them, support them to engage the students into skill building initiatives. അപ്പോൾ അതൊരു വലിയ എന്താണ് ആൾക്കാരെ കുറെ ട്രെയിനേഴ്സ് ഇരുന്ന് ട്രെയിൻ ചെയ്ത് പറ്റിക്കുന്ന ഒരു സാധനത്തിലേക്ക് പോവാണ്ട് നിങ്ങളുടെ റിയൽ വേൾഡ് പ്രോബ്ലം സോൾവ് ചെയ്ത് നിങ്ങളുടെ പ്രോജക്റ്റുകൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് നിർത്താനായിട്ട് പറ്റുക. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ കോളേജിലെ പ്രോജക്റ്റുകൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുക, ഇതൊക്കെ സപ്പോർട്ട് ചെയ്യായിരിക്കും MuLearn ചെയ്യുക. സ്കിൽ ഡെവലപ്മെന്റ് അവർ അതെ 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 ദാറ്റ് ഈസ് അനദർ തിങ്. മുഹമ്മദ് ആർ ഉണ്ടോ ഇവിടെ? ഉണ്ട് സാർ. അപ്പൊ കഴിഞ്ഞ ഇതിനകത്ത് വന്നിട്ടുള്ള പോയിന്റുകളിൽ ഒന്ന് തന്നെയായിരുന്നു, അതായത് സ്കിൽ ഇപ്പൊ നമുക്ക് പ്ലേസ്മെന്റ് അവർ എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പസുകളിനകത്ത് വന്നിട്ട് എന്തൊക്കെയോ നാടകങ്ങൾ നടക്കാറുണ്ട് അല്ലെ? കുറച്ച് പേരെ മറ്റേ പിന്നെ സപ്ലി ഉള്ളവരെ കയറ്റില്ല, അല്ലാത്തവരെ മാത്രം ഇതിന് കുറച്ച് പേരൊക്കെ ഇരുത്തിയിട്ട് അങ്ങനത്തെ അവേഴ്സ് ഒക്കെ നടക്കാറുണ്ട്. പക്ഷെ ഇൻഡസ്ട്രിക്ക് വേണ്ടത് അതല്ല എന്നുള്ളതാണ്. അപ്പൊ സ്കിൽ ഡെവലപ്മെന്റ് അവേഴ്സ് ക്യാമ്പസിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റുമോ? ഇപ്പം IEDCസിനകത്ത് തന്നെ ഇപ്പൊ IEDC ഉണ്ടെങ്കിൽ പോലും IEDC തന്നെ ഒരു എന്തോ ഒരു പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടാണ് കാണുന്നത്. അപ്പം അതിനകത്ത് കരിക്കുലത്തിനകത്തേക്ക് സ്കില്ലിന്റെ അവേഴ്സിന്റെ നമുക്ക് ചോദിക്കാനായിട്ടുള്ളൊരു ഇതുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ റിക്വസ്റ്റ്. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്ന വാട്ട് അബൌട്ട് ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്സ് ആൻഡ് ലൈബ്രറീസ്? ജാസിം ഉണ്ടോ ഇവിടെ? അപ്പൊ ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്സ് എന്താണ് ചോദിച്ചത്? ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്ക് ആൻഡ് ലൈബ്രറി എല്ലാം ഒബ്സലീറ്റ് ആയി പോകുന്നുള്ളതാണോ? അല്ല, ഞാന് അത് ഈ കോഴ്സിൽ ഉണ്ടോന്ന് ചോദിച്ചത്. അത് ആൽവിനോടാണ്. ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്ക് ആൻഡ് ലൈബ്രറീസ് ഒക്കെ ഈ കോഴ്സിനകത്ത് ഉണ്ടോ എന്നുള്ളതാണ്. അതില്ല. ലൈക്ക് എക്സിസം പ്ലാറ്റ്ഫോമില് നിങ്ങൾക്ക് ഫൗണ്ടേഷൻസ് ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം ഓൾറെഡി ഫൗണ്ടേഷൻസ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവരവർക്ക് തന്നെ അത് പഠിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ബൂട്ട് ക്യാമ്പിൽ അത് ഇൻക്ലൂഡഡ് അല്ല. ലൈക്ക് നമ്മള് മുന്നിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കോഴ്സ് റീസ്ട്രക്ചർ ചെയ്ത് വരും. മീൻസ് അവിടെ നിങ്ങൾ ആ വെബ്സൈറ്റിന്റെ അടിയിൽ കണ്ടിട്ടുണ്ടാവും, മേ ബി ന്യൂസ് ലെസൺസ് വിൽ അറൈവ് ഷോർട്ട്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബോക്സ്. സോ അവിടെ നമ്മൾ റിഫൈൻഡ് ആയിട്ട് ഈ ഒരു ബൂട്ട് ക്യാമ്പ് റൺ ആവുന്ന സമയത്ത് നമുക്ക് അതിലെന്തെങ്കിലും മിസ്സിംഗ് ഉള്ളത്, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ മൂവിങ് ഫോർവേഡ് ഒക്കെ ഫിക്സ് ചെയ്ത് നല്ലൊരു ലേണിംഗ് പാത്ത് മോഡൽ നമ്മൾ റെഡി ആക്കുന്നതായിരിക്കും. സോ ഡെഫിനറ്റ്ലി അതുപോലെ തന്നെ എക്സോസ്റ്റീവ് ആയിട്ട് എല്ലാ ലൈബ്രറീസും എല്ലാ ഫ്രെയിംവർക്സും ഒന്നും നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ഇതിനകത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആംഗുലർ ആവട്ടെ, റിയാക്ട് ആവട്ടെ, ഇങ്ങനെയുള്ള MVC അല്ലെങ്കിൽ
ഫ്രെയിംവർക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോഡ് എഴുതുന്നത് കുറെ കൂടി മെച്ചപ്പെട്ട് സ്ട്രക്ചേർഡ് ആക്കാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. കുറെ കൂടി കാര്യം ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ വേണോ കോഡ് എഴുതാം, പക്ഷെ ജാവാസ്ക്രിപ്റ്റിന്റെ കോറായിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കുക ആണ് നിങ്ങളെ പവർഫുൾ ആക്കുന്നത്. ലൈബ്രറീസ് ഒക്കെ എടുത്ത് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന ലൈബ്രറീസ് അവൈലബിൾ ആണ് എന്നുള്ള അവയർനെസ് ആണ് ഏറ്റവും പ്രധാനം. നമ്മൾ പ്രാക്ടിക്കലി നമുക്കിപ്പോൾ വേണ്ടത് ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആണ്. അതായത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ അവൈലബിൾ ആണ്, അതിനെ എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആക്കുക എന്നുള്ളതാണ് അവിടുത്തെ ആവശ്യം. സോ വാട്ട് MuLearn പ്രൊവൈഡ് ഈസ് ലൈക്ക് ഇങ്ങനത്തെ അവയർനെസ് തരുന്നു. നിങ്ങൾ അത് സക്സസ്ഫുൾ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചെയ്തു പോകുമ്പോൾ ഇടിച്ചെവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലല്ലോ എന്നുള്ള വിഷമം വേണ്ട. there will be people who had already done this there to support you. അങ്ങനത്തെ ഒരു വലിയൊരു നെറ്റ്വർക്ക് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും. അപ്പൊ അങ്ങനെ തടഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് ചാടി മുമ്പിലേക്ക് പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. എനിത്തിങ് യു വാണ്ട് യു ജസ്റ്റ് ട്രൈ ഇറ്റ് യുവർ സെൽഫ്. എല്ലാവരും സെൽഫായിട്ട് ലേൺ ചെയ്യണ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, മനസ്സിലായോ? പക്ഷെ ബേസ്മെന്റ് സ്ട്രോങ് ആക്കുക, ഓവറോൾ ഒരു ബേസ്മെന്റ് സ്ട്രോങ് ആൻഡ് ഹാവ് അവയർനെസ് ഓൺ ദ ചേഞ്ചസ് ഹാപ്പനിങ്. ഇപ്പൊ ചാറ്റ് GPT ആരാണ് ചോദിച്ചത്? ഷിബിലാണ് ചോദിച്ചത്. ചാറ്റ് GPT നമ്മുടെ ഡെവലപ്പർ റീപ്ലേസ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചാറ്റ് GPT തന്നെ പറഞ്ഞു, ഇല്ല, ഞാനൊരു AI സിസ്റ്റം ആണ്. അപ്പോ അത് മാത്രല്ല ചില ബേസിക്സ് മാത്സിനൊക്കെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓവർ ദ പീരീഡ് ഇമ്പ്രൂവ് ആയി വരും. അത് അവിടെ വെച്ചിട്ട് അതിന്റെ ഇപ്പോഴത്തെ കുഴപ്പങ്ങൾ കണ്ട് നമ്മൾ കഴിയാക്കണം. ഇപ്പൊ യൂട്യൂബ് എന്ന് പറയുന്ന സാധനം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൽ ഉണ്ടല്ലോ, ഇങ്ങനെ ലോഡിങ് പറഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്ത് വായിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പൊ അന്ന് യൂട്യൂബിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് ഇന്ന് നമ്മളെല്ലാവരും ഷോർട്ട് വീഡിയോസും കാര്യങ്ങളും എല്ലാം അത്ര ഇതായിട്ട് കാണുന്നുണ്ട് എങ്കിൽ ആ ഫ്യൂച്ചറിന് വേണ്ടി ബിൽഡ് ചെയ്ത സാധനമാണ്. മനസ്സിലായോ? സിമിലർലി ചാറ്റ് GPT ഈസ് ഫോർ ഫ്യൂച്ചർ. അല്ലെങ്കിൽ അതിന്റെ GPT-4 ഇനി നെക്സ്റ്റ് ഇപ്പൊ റിലീസ് ചെയ്യുന്നു. GPT-4ന്റെ ചെറിയൊരു എലമെന്റ് എടുത്തിട്ടാണ് ചാറ്റ് GPT ആയിട്ട് വന്നേക്കുന്നത്. ആൻഡ് GPT-4 ഈസ് ഗോയിങ് ടു ബോംബാർഡ്, അല്ലെങ്കിൽ കുറെ ജോബുകൾ ബോംബ് വെച്ച് തകർക്കാൻ പോകുന്നുണ്ട്. ഡെവലപ്പേഴ്സ് അല്ല, ഈ നമ്മുടെ ഇപ്പൊ ഈ BPO കോൾ സെന്റേഴ്സ്, ഹലോ എന്താണ് ഞങ്ങളുടെ ഇന്നതാണ് എന്താണ് ക്വസ്റ്റ്യൻസ്, അപ്പൊ ചാറ്റിന്റെ അകത്ത് മറുപടി കൊടുക്കാനായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും ഇനി ജോലി ഇല്ല. 6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ there is going to be a huge problem in our നമ്മുടെ ഒരു ഇതിനകത്ത് വരാനായിട്ട് പോകുന്നുണ്ട്. കാര്യം അങ്ങനത്തെ ജോബുകൾ നോൺ എക്സിസ്റ്റൻസ് ആയിട്ട് മാറും. നമ്മൾ മറ്റേ CD കടകൾ ഇല്ലാത്തതുപോലെ അല്ലെങ്കിൽ ടെലിഫോൺ ബൂത്തുകൾ ഇല്ലാത്തതുപോലെ പല ടൈപ്പ് ഓഫ് ജോബ്സും ഒബ്സലീറ്റ് ആകാൻ പോകുന്ന ഒരു വർഷമാണ് 2023. നമ്മൾ കോവിഡ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയ ചേഞ്ച് ഇല്ലേ, അതുപോലത്തെ ഒരു ചേഞ്ച് ടെക്നോളജി വഴി AI വഴി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വർഷമായിരിക്കും 2023. സോ യു വിൽ ബി സീയിങ് എ ലോട്ട് ഓഫ് എക്സൈറ്റിംഗ് ജേർണീസ് ഇൻ ദിസ് ഇയർ. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ്. കീപ് അപ്ഡേറ്റഡ്. അതിനു വേണ്ടിയിട്ടുള്ള അവയർനെസ് കിട്ടാനുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് നിങ്ങൾ പ്ലഗ് ഇൻ ചെയ്തിരിക്കുക, അത് കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. How to find internship? Okay, so there are different opportunities for you to find internship. നമ്മൾ തന്നെ MuLearnനകത്ത് ഈ കമ്പനീസിന്റെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് കൺസോൾട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഗവൺമെന്റ് തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കമ്പനിയായിട്ട് ചേർന്നിട്ട് പെയ്ഡ് ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ്, MuLearnനകത്ത് തന്നെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. ഇപ്പൊ തന്നെ ബിനുവിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. സോ നേരത്തെ എന്ന് പറയുന്നത് നോർമലി ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം, ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു ഏലിയൻ സ്ഥലവും നമുക്ക് 1-2 അലൂമിനി വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ വഴി മാത്രമേ ഇൻഡസ്ട്രി കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു ഭയങ്കരമായിട്ടൊരു മതിൽ അവിടെ ഉണ്ടായിരുന്നു. സോ അത് ചില ആൾക്കാർക്ക് ചില ചേട്ടനോ ചേച്ചിയൊക്കെ ഉണ്ടാവും ഇൻഡസ്ട്രിയിൽ, അവർക്ക് പ്രിവിലേജ്ഡ് ആണ്. സോ ദേ വിൽ ഗെറ്റ് കണക്റ്റഡ് ടു ദോസ് ഓപ്പർച്യൂണിറ്റീസ്. സോ വാട്ട് MuLearn ബ്രിങ്സ് ഈസ് ദ എന്താണ്, എല്ലാവർക്കും അതുപോലത്തെ ചേട്ടനും ചേച്ചിയും അല്ലെങ്കിൽ കൂട്ടുകാരന്മാരെയും കൊടുക്കുകയാണ്. എവരിവൺ വിൽ ഗെറ്റ് പ്രിവിലേജ് വിത്ത് ദോസ് ടൈപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അത് കാശുള്ളവരോ കാശില്ലാത്തവരോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്ക് എത്തിക്കുകയാണ് MuLearn ചെയ്ത്. അപ്പൊ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പായിട്ടും ഉണ്ട്. You will find a lot of avenues there. If you want internship right now also, just ping and we will be able to connect you to some opportunities out there. 1 month internship ആണോ നോക്കുന്നത്, 6 months ആണോ നോക്കുന്നത്, 3 months ആണോ നോക്കുന്നത്? അപ്പൊ ഈ ബൂട്ട് ക്യാമ്പ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 6 ബൂട്ട് ക്യാമ്പ് ആണ് ഇപ്പൊ ഉള്ളത്. ഈ ബൂട്ട് ക്യാമ്പുകൾ ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പൊ നടത്തുന്ന ഈ ബൂട്ട് ക്യാമ്പ് ഈ വർഷത്തെ എന്താണ് നമ്മുടെ ഒരു പ്രിലിമിനറി ആയിട്ടുള്ളൊരു ഒരു ട്രയൽ റൺ പോലെ ആയിരിക്കും ഈ കാര്യം ആദ്യത്തേത് റൺ ചെയ്യുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് വി വിൽ ഫൈൻഡ് എ ലോട്ട് ഓഫ് പാഷനേറ്റ് പീപ്പിൾ ഫോർ ഈച്ച് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഇതിനെ ഡ്രൈവ് ചെയ്യാനും റൺ ചെയ്യാനായിട്ടും ഓരോ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തും.
അവരെയും കൂടി യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിൽ കുറെ കൂടി സ്ട്രോങ്ങർ ആയിട്ടായിരിക്കും നമ്മൾ ഇത് വിൽ ബി അനദർ റൗണ്ട് ഫോർ ദീസ് ബൂട്ട് ക്യാമ്പ്സ് കമ്മിങ്. പക്ഷെ ആദ്യത്തെ ഇതിനകത്ത് തന്നെ വരുന്ന ആൾക്കാർക്ക് എന്താണ് ആ ലീഡർഷിപ്പിലേക്ക് വരാനായിട്ടുള്ള അവസരം കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ആ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ടാവും. Yes, Shivadatta ചോദിച്ചിരിക്കുന്നത്, as you have mentioned, do we get chance to teach others after learning new skills through bootcamp? Exactly, that is what it is. Learn, then teach, and then get your work on the side. So you will get an opportunity to teach and do the bootcamps, and also for running those type of bootcamps, running those teaching sessions, also you will get karma points for that. So we will discuss about it later. But what how many of you know about blockchain? Bitcoin എന്ന് കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടോ ഇവിടെ? ക്രിപ്റ്റോ കറൻസീസ് ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? ക്രിപ്റ്റോ കറൻസീസിന്റെ വില കൂടുന്നു, വില ഇടിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, സോ ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് എൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് എ ഫ്രെയിംവർക്ക് ഓർ എ ടെക്നോളജി കോൾഡ് ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ എന്താ ചെയ്തേക്കുന്നത് വെച്ചാൽ ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് എ ഫ്രെയിംവർക്ക് that provides trustful transactions without middlemen ഇല്ലാണ്ട്, നടുക്കൊരാള് ഇല്ലാണ്ട് ട്രാൻസാക്ഷൻസ് ട്രസ്റ്റ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ടുള്ള ടാമ്പർ പ്രൂഫ് ആയിട്ടുള്ള സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു റെവല്യൂഷനൈസ് ദ ഇൻഡസ്ട്രീസ്. അതായത് ഇപ്പൊ ബാങ്കിങ് പോലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ എഡ്യൂക്കേഷൻ ആണെങ്കിലും സർട്ടിഫിക്കറ്റ് ചെയ്യേണ്ട യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മിഡിൽമെൻ ആണ്. ലാൻഡ് വാങ്ങുകയാണെങ്കിൽ ലാൻഡ് രജിസ്ട്രാർ ആണ് മിഡിൽമെൻ. അങ്ങനത്തെ മിഡിൽമെൻ ഒഴിവാക്കുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് ബ്ലോക്ക് ചെയിൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ബിറ്റ്കോയിൻ ഈസ് ആൻ ഇംപ്ലിമെന്റേഷൻ. സിമിലർലി ജിടെക് മ്യൂലേണിന്റെ അകത്ത് വി ഹാഡ് ക്രിയേറ്റഡ് എ ഫ്രെയിംവർക്ക് വേർ എല്ലാവർക്കും ഒരുമിച്ച് വന്ന് കണക്ട് ചെയ്തിട്ട് എന്ത് കാര്യവും സൗജന്യമായിട്ട് പഠിക്കാനും പഠിപ്പിക്കാനായിട്ടുമുള്ള ഒരു ഫ്രെയിംവർക്ക് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് കർമ്മ പോയിന്റ്സ് ഈസ് വാട്ട് ഈസ് ദാറ്റ്, അതിനകത്തുള്ള ഫ്യൂവൽ. ഇപ്പൊ ബിറ്റ്കോയിൻ എന്ന് പറയുന്ന പോലുള്ള ഒരു എലമെന്റ് ആണ് ഇതിനകത്ത് കർമ്മ പോയിന്റ്സ്. ഇറ്റ് ഈസ് ആൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദിസ് ഫ്രെയിംവർക്ക് ദാറ്റ് എനിബഡി ക്യാൻ കം ആൻഡ് കണക്ട് വിത്ത് ദിസ്, ആൻഡ് അതിനകത്ത് കർമ്മ പോയിന്റ്സ് മിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പൈഗ്രാമേഴ്സ് ആണ് വന്നിട്ട് എന്ത് ചെയ്യുന്നത്, നിങ്ങളെ പൈതൺ പഠിച്ചിട്ട് കർമ്മ പോയിന്റ്സ് മിന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഇപ്പോ ആൽവിൻ അവിടെ വന്നിട്ട് ജാവാസ്ക്രിപ്റ്റ് പഠിക്കുന്നു, ജാവാസ്ക്രിപ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ എക്സ്ക്ലൂഡറിന്റെ വിഷ്ണു ഒക്കെ ഇവിടെ ഉണ്ടാവും. ദേ ആർ കമ്മിങ് ആൻഡ് ടീച്ചിങ് യു സൈബർ സെക്യൂരിറ്റി. അപ്പൊ ഇങ്ങനത്തെ ഓരോ സ്കില്ല് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നതിനകത്തുള്ള ടോക്കൺസ് ആയിട്ട്, കോയിൻസ് ആയിട്ട് മാറുന്ന കർമ്മ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് വൺ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ MuLearn ഫ്രെയിംവർക്ക്. മനസ്സിലായോ? അപ്പൊ അത് ഇനി കൂടുതൽ വൈഡർ ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് പോകാം. പക്ഷെ ആദ്യം ഇപ്പോഴത്തെ അതിന്റെ ഏർലി അഡോപ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ യു ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. Hey, we need to close the streaming before 5:45. Okay. So how do we get plugged into the network like you mentioned? What is the best source for this? Okay. First thing, Amina, you are part of MuLearn. Second one, you have to identify. If you go to your interest group, another Amina writer interest group, another mentioned you can request for a new interest group for that. Then we will find the blogs that you have to follow, the people that you have to follow, and also we will create a network of similar interest people across the state who will be discussing on the latest technology updates on your domain. But think tanks എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓരോ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനും നമുക്ക് ഇവിടെ ഉണ്ട്. തിങ്ക് ടാങ്ക്സ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ആൻഡ്രോയിഡിന്റെ തിങ്ക് ടാങ്കിനകത്ത് നേരത്തെ പറഞ്ഞില്ലേ, ഗൂഗിളിൽ നിന്ന് അമൃത് സഞ്ജീവ് ഉണ്ട്, ഫിന്നോട്സിന്റെ CTO ആരാണ്, നമ്മുടെ ഡോൺ ഉണ്ട്. ഇങ്ങനെ പല കമ്പനീസിനകത്തു നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് വന്നിട്ട് they will be discussing on what is happening in the technology world, and they will be sending you newsletters to get connected to those things. അപ്പൊ അത് ഇവൻച്വലി നമുക്ക് ഇതിനകത്തേക്ക് ന്യൂസ് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ പുതിയ പുതിയ ചലഞ്ചസ് വരും, പുതിയ പുതിയ ന്യൂസ് അറിയാനായിട്ട് പറ്റും. So that will be the plug. MuLearn can act as that plug towards that. So select your interest group, create a learning circle or join a learning circle. അത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ക്യാമ്പസിനകത്ത് MuLearn നിലവിലില്ലാത്ത എത്ര പേരുണ്ട്? ഹൗ മെനി ക്യാമ്പസ് യു ഡു നോട്ട് നോ ലൈക്ക് വെദർ MuLearn എക്സിസ്റ്റ് ഓർ നോട്ട്? വിച്ച് കോളേജ്? സാഫി കോളേജ്, വാഴയൂർ.
Okay. I am just sharing the screen. Just ഇപ്പോൾ മ്യൂലേണിനൊക്കെ എന്റെ സ്ക്രീൻ കാണാമോ നിങ്ങൾക്ക്? കാണുന്നുണ്ടല്ലോ. ഇപ്പൊ മ്യൂലേണിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിസ്കോഡ് സെർവർ ആണ്. യു വിൽ സീ ലൈക്ക് മ്യൂലേൺ ഇപ്പോൾ ഉള്ള ക്യാമ്പസുകളിനകത്ത് വി ഹാവ് ദാറ്റ് ഇസ് യു ക്യാൻ ഇന്ററാക്ട് വിത്ത് മ്യൂലേൺ ആൻഡ് ഗെറ്റ് യുവർ കാർഡ് ജനറേറ്റഡ്. അപ്പൊ നിങ്ങൾ പല പല ടാസ്കുകൾ ചെയ്യുമ്പോൾ കർമ്മ പോയിന്റ്സ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ കാർഡുകൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഇപ്പൊ എക്സ്ക്ലമേഷൻ റാങ്ക് വിനു എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വിനു ആണ് കേരളത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. യു വിൽ സീ ലൈക്ക് ഹി ഹാസ് 12,000 കർമ്മ പോയിന്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്ന പോലെ തന്നെ ദർ ഇസ് എ സ്കോർ ബോർഡ് വിച്ച് ഷോക്കേസ് ദ ടോപ്പ് കോളേജസ് ആൻഡ് ടോപ്പ് ദിസ് തിങ്. ഇന്ന് 1-ാം തീയതിയാണ്. അപ്പൊ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ലൈക്ക് സെന്റ് ജോസഫ് വാലയിലേക്കകത്ത് 1000 കുട്ടികളാണ് ആ ക്യാമ്പസ് എന്നുള്ളത്. AWH 548, Trinity 307, മാർബസിലിയ 613. ഇങ്ങനത്തെ 550ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. യുവർ കോളേജ് മൈറ്റ് ഓൾസോ ബി ദർ, ബട്ട് ഇറ്റ് മൈറ്റ് ബി ഫ്യൂ സ്റ്റുഡൻസ് ദർ. അത് നിങ്ങൾ ലേണിംഗ് സർക്കിൾസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ കീപ്പ് ഇൻ ടച്ച് വിത്ത് വിനു. നിങ്ങളുടെ സോണില് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് സോണൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ദേ വിൽ ഹെൽപ്പ് യു എസ്റ്റാബ്ലിഷ് ദ കമ്മ്യൂണിറ്റി ഇൻ യുവർ ക്യാമ്പസ്. ഇപ്പൊ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കണ്ണൂർ ഇത് കണ്ടില്ലേ, 450 കുട്ടികളുണ്ട്. ഇങ്ങനെ പല ക്യാമ്പസിനകത്തും hundreds of students are there in MuLearn. And if it is not in your campus yet, it should be an opportunity for you to start one. Because ഇത് കാശ് കൊടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട സാധനമല്ല. നിങ്ങൾ പെയ്ഡ് ആയിട്ട് ഒരു കാര്യവും ഇത് ചെയ്യുന്നതല്ല. യു ക്യാൻ ഫീൽ ഫ്രീ ടു ടോക്ക് ടു സ്റ്റുഡൻസ് ആൻഡ് ബ്രിങ് ഫോർവേഡ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒഫീഷ്യൽ ആയിട്ട് നിങ്ങളുടെ ക്യാമ്പസിനകത്ത് ഒരു അധ്യാപകർ ഇനി വരും ഇതിന്റെ partners ആയിട്ട്. That is something that we are working with KTU and other universities on that. So there will be a support mechanism also establishing. And ഇതിനകത്ത് മ്യൂലേണിലേക്ക് കോഴ്സ് ചെയ്ത് അല്ലെങ്കിൽ കർമ്മ പോയിന്റ്സ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ പ്രയോറിറ്റി ഉണ്ടാവും ലീഡർഷിപ്പിലേക്ക് വരാനായിട്ട്. അപ്പൊ കമ്മ്യൂണിറ്റി ലീഡർഷിപ്പിലേക്ക് വരാം, ജനറലി ക്യാമ്പസ് ലീഡർഷിപ്പ്. അലോങ് വിത്ത് ദാറ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ ലീഡേഴ്സ് ആവാനായിട്ടും അവസരം ഉണ്ടാവും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഓൾസോ ലെറ്റ് മീ നോ. അപ്പൊ ബിനുവിനെ കോൺടാക്ട് ചെയ്താൽ മതി. Any other questions? ഇപ്പോ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് യു വിൽ സീ ലൈക്ക് ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് ബേസിക് എനേബിൾമെന്റ് ടാസ്ക് ദർ. നിങ്ങൾക്ക് കർമ്മ പോയിന്റ്സ് എടുക്കാൻ ഈ ബൂട്ട് ക്യാമ്പുകൾ മാത്രമല്ല, ഇതിനകത്ത് വന്നിട്ട് ചെയ്യേണ്ട ചെറിയ ചെറിയ ടാസ്കുകളുണ്ട്. ഈ ടാസ്കുകൾ കമാൻഡ് ലൈനും ഇതുമൊക്കെ പഠിക്കാനുള്ള ചെറിയ കോഴ്സസ് ഉണ്ട്. ആ കോഴ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കർമ്മ പോയിന്റ്സ് എടുക്കാം. അപ്പോൾ ഇങ്ങനെ കർമ്മ പോയിന്റ്സ് ഇപ്പൊ കണ്ട 16,000+ സ്റ്റുഡൻസ് നമ്മുടെ ഇത് പ്ലാറ്റ്ഫോമിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവരോടൊപ്പം കൊളാബറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ആൻഡ് ഇപ്പൊ ഇവന്റ്സ് അടുത്ത നെക്സ്റ്റ് വരാൻ പോകുന്ന ഇവന്റ്സ് ഒക്കെ യു വിൽ ബി ഏബിൾ ടു സീ ഇൻ ദ ഇവന്റ് സെക്ഷൻ. അപ്പൊ ഞാനിത് ഡിസ്കോഡിന്റെ ഒരു ഇതായിട്ട് പറയുന്നത്, ഡിസ്കോഡ് നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവാം, ഇല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട് എങ്കിൽ വി വിൽ ബി ഏബിൾ ടു ഗൈഡ് യു ടുവേർഡ്സ് ദാറ്റ് ഓൾസോ. ഓരോ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനും അവിടെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ചാനൽസ് ഉണ്ടാവും. അതിനകത്തായിരിക്കും ചർച്ചകൾ നടക്കുക. There will be voice channels where you will be coming and discussing with others on each interest group there. അപ്പൊ അതിനകത്ത് കാണാം ഓരോ ആൾക്കാരും കണ്ടോ മൈ സെക്കൻഡ് ആപ്പ്, ഓരോ ആൾക്കാർ ആപ്ലിക്കേഷൻ എടുക്കുന്നു, ദേ ആർ ഗെയിനിങ്. അപ്പോൾ ഒരു ടാസ്ക് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ബി ട്രാൻസ്പെറന്റ്ലി സബ്മിറ്റിംഗ് ദാറ്റ്. അത് പിയർ റിവ്യൂ ചെയ്ത് അത് മറ്റു കുട്ടികൾ കണ്ട് ഓക്കെ ആണെന്ന് പറഞ്ഞ് മെന്റേഴ്സ് റിവ്യൂ ചെയ്തതിനു ശേഷം മാത്രം കിട്ടുന്ന ഒരു ട്രസ്റ്റ്ഫുൾ സിസ്റ്റമാണ് കർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയെങ്കിലും പോയി ഒരു കോഴ്സ് ചെയ്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്ന പോലെ അല്ല കർമ്മ എന്ന് പറയുന്ന സംഭവം. സോ യു വിൽ സീ ലൈക്ക് ഇൻ സൈബർ സെക്യൂരിറ്റി അതിനകത്ത് and different activities, different companies will be coming and putting in challenges for you. And also there will be physical meetups happening in between. അപ്പൊ അതിനകത്തൊക്കെ വന്ന് അപ്പൊ ആ ഫിസിക്കൽ മീറ്റിംഗിലേക്ക് ഇൻവിറ്റേഷൻ, ദാറ്റ് വിൽ ബി an invite only event only if you perform. അതിനകത്ത് കോഴ്സൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി ലേണിംഗ് സർക്കിൾസ് ഒക്കെ ആക്റ്റീവ് ആയി വരുന്ന സമയത്താണ് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ഫിസിക്കൽ മീറ്റപ്സിലേക്ക് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കിട്ടുക. ഓക്കെ, അതൊന്ന് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് റെസ്റ്റ് കേരള മീറ്റപ്പ് കമ്മിങ് സാറ്റർഡേ ഐ തിങ്ക്. സോ അതിലേക്ക് മേ ബി ഒരു എൻട്രി പോയിന്റ് മേ ബി നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ റെസ്റ്റിന്റെ എക്സസൈസും പ്ലാറ്റ്ഫോമിൽ മേ ബി ലെവൽ 1 കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും മേ ബി അത് കൊടുക്കുന്നുണ്ടാവുക. അതല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ലെവൽ മേ ബി അവർ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും മേ ബി ആ ഒരു എൻട്രി പോയിന്റ് ഉണ്ടാവുക. ഓക്കെ, സോ അങ്ങനെ. ഇപ്പൊ ആരൊക്കെയോ മ്യൂലേണിൽ എങ്ങനെയാ ജോയിൻ ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക്
ഇതിനകത്ത് എന്തായാലും വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തരാം. അതിന് നമുക്ക് സപ്പോർട്ട് മീറ്റിംഗ് വെക്കണമെങ്കിൽ അതിന് വേണ്ടി സെപ്പറേറ്റ് വെക്കാം. ഞാനിപ്പോൾ ഡിസ്കോഡിലേക്കുള്ള ലിങ്ക് അയച്ചിട്ടുണ്ട് ഇതിനകത്ത് എല്ലാവർക്കും. അതുപോലെ തന്നെ മ്യൂലേണിലേക്കുള്ള ലിങ്ക് അയച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ എവരി വൺ കീപ് ഫോളോയിങ് അവർ GTech µLearn ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാമിനകത്ത് അത്യാവശ്യം കാര്യങ്ങളെല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടും. ഇത് തന്നെയല്ലേ GTech µLearn എന്നുള്ളതാണ് അതിന്റെ. I suggest everyone to ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത്. ഫമിത is not able to join the link. So boot camp ഇതിലേക്കാണോ? which boot camp, ഫമിത? JavaScript. JavaScript. ഞാൻ ഷെയർ ചെയ്യാം. അപ്പോ ഇതിനകത്ത് വീണ്ടും ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം, ഒരു ഹയറാർക്കി പറഞ്ഞുതരാം. ഇതിനകത്ത് നിങ്ങൾ ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടാവും. അതിന്റെ മുകളിലായിട്ട് ഈ മെന്റേഴ്സ് എല്ലാവരും ചേർന്നിട്ട് തിങ്ക് ടാങ്ക്സ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. ദേ ആർ ദ വൺ ഹു ആക്ച്വലി ഡിസൈഡ്സ് ഓർ ഡിഫൈൻസ് എന്തൊക്കെ കോഴ്സുകളാണ് നിങ്ങളിലേക്ക് വരിക എന്നുള്ളത്. ആൻഡ് അതിന്റെ മുകളിൽ ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് കൗൺസിൽ ഉണ്ടാവും. ദേ ആർ ദ വൺ ഹു അപ്രൂവ്സ് ദ കോഴ്സസ് ദാറ്റ് കംസ് ടു യു. സോ ഇത് വെറുതെ കുറെ കോഴ്സ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കില്ല. അതൊരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെ ചർച്ച ചെയ്ത് അത് കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത്. ആൻഡ് ഈ കൗൺസിൽ കൺസിസ്റ്റ് ഓഫ് എക്സ്പേർട്സ് ഫ്രം ദ ഇൻഡസ്ട്രി. So that would be the best council to approve it. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്കകത്ത് ഈ കോഴ്സുകൾ ചേഞ്ച് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ പുതിയ പുതിയ കോഴ്സുകൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് യു വിൽ ഗെറ്റിംഗ് കണ്ടിന്യൂസ് ആക്സസ് ടുവേർഡ്സ് ദാറ്റ്. ഇതല്ലാണ്ട് നിങ്ങൾക്കിപ്പോ എന്താണ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക. രണ്ടാമത്തെ ഒരു കാര്യം നേരത്തെ പറഞ്ഞത് സ്കില്ല് കാണിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ലാത്ത കാരണം ജോലി കിട്ടാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. സോ വി ഹാവ് സംതിങ് കോൾഡ് സോൾവ് മാംഗോട്രി ദാറ്റ് യു കം ആൻഡ് discuss on English. That happens on every Wednesdays. There is something called Inspiration Radio that happens on every Tuesdays. Mentor Connect, for example, Mentor Connect happens on Saturdays. So, for example, like Google in the ആൾക്കാർ വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെ ഗൂഗിളിൽ ഞാൻ ജോലിക്ക് കയറി, ഹൗ ഡിഡ് ഐ ബിൽഡ് മൈ പോർട്ട്ഫോളിയോ, എൻ്റെ പ്രൊഫൈൽ എങ്ങനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു, ലിങ്ക്ഡിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു, എന്നെ HR റിസോഴ്സസ് ഹണ്ട് ചെയ്യുന്ന രീതിയിലേക്ക് അവരുമായിട്ട് ഞാൻ എങ്ങനെ നെറ്റ്വർക്ക് ചെയ്തു, അവിടേക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്ത റിസോഴ്സസ് എങ്ങനെയാണ്, ഗൂഗിളിനകത്തുനിന്ന് എനിക്ക് ഇന്റേണൽ റെഫറൻസ് ലെറ്റർ ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു. സോ ദോസ് വാസ് ഷെയർഡ് ബൈ അരവിന്ദ് പണിക്കർ അല്ലെ. അരവിന്ദ് പണിക്കർ, ഹി ഈസ് ഇൻ ഗൂഗിൾ. ഹി വാസ് ലോങ് ബിഫോർ ഹി വാസ് ഇൻ µLearn. അപ്പൊ അവൻ അവിടെ നിന്നിട്ട് ഒരു ജോലിക്ക് പോലും ഒരു കമ്പനിയിൽ പോലും ജോബ് ആപ്ലിക്കേഷൻ ചെയ്യാണ്ട് ഒരു സ്ഥലത്ത് പോലും റിക്വസ്റ്റ് ചെയ്യാണ്ട് ഗൂഗിളിലേക്ക് കയറാനായിട്ട് പറ്റി ബൈ ബിൽഡിംഗ് സ്കിൽസ് ആൻഡ് ഷോക്കേസിംഗ് ഹിസ് സ്കിൽസ്. മനസ്സിലായി? അപ്പൊ നിങ്ങൾ ഓരോ ആൾക്കാർക്കും അതിനുള്ള അവന്യൂസ് ഉണ്ട്. ജസ്റ്റ് മേക്ക് യൂസ് ഓഫ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു സേ. ആൻഡ് ഐ വിഷ് യു എ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ലെറ്റ് ദിസ് ഇയർ ബി എ ഇയർ ഓഫ് അക്കംപ്ലിഷ്മെന്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതെല്ലാം ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ക്യാമ്പസിനകത്ത് ലീഡേഴ്സ് ആയിട്ട് ഇവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയർ ആയിട്ട് ഇത് മാറട്ടെ. എനി അതർ ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക് ഓർ വി ക്യാൻ കണ്ടിന്യൂ. ഓക്കെ, സോ നമുക്ക് ഇന്ന് CTF നടക്കുന്നുണ്ട്. സോ CTF 6:30 ഹാപ്പൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡിന്റെയും ഫ്ലട്ടറിന്റെയും ഓഫീസ് അവേഴ്സ് 7:30 ആയിരിക്കും ഡിസ്കോഡിൽ വെച്ചിട്ടായിരിക്കും നടക്കുക. അതേപോലെ തന്നെ റെസ്റ്റിൻ്റെതും ജാവാസ്ക്രിപ്റ്റിൻ്റെതും ആൻഡ് വേറൊന്നും കൂടി ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, പൈത്തണിൻ്റെതും ജസ്റ്റ് നടക്കുന്നുണ്ടായിരിക്കും. പാരലലി 7 PM നടക്കുക. സോ ഇന്നൊരു ഓറിയന്റേഷൻ ഇപ്പോ കഴിഞ്ഞു. ആൻഡ് നമ്മൾ ഇപ്പോൾ ഓൺബോർഡിങ് ചെയ്യാത്ത, ഡിസ്കോഡിൽ ഓൺബോർഡ് ചെയ്യാത്ത ആൾക്കാർക്ക് ഓൺബോർഡിങ്ങിന്റെ വീഡിയോസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇവിടെ ഷെയർ ചെയ്തിരുന്ന സോഷ്യൽ മീഡിയാസിന്റെ ലിങ്ക്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഗ്രൂപ്പ്സ് കൂടെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാക്സിമം നോക്കുക. സോ എല്ലാവർക്കും ഒരേ നോളജ് നമുക്ക് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ അശ്വിൻ ഹാരിഷ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, കർമ്മ പോയിന്റ്സ് ആർ നോട്ട് പ്രോപ്പർലി ഷോയിങ് വെൻ ചെക്കിംഗ് റാങ്ക്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ യു ക്യാൻ റേസ് എ സപ്പോർട്ട് ടിക്കറ്റ്. അതുപോലെ തന്നെ അതിനകത്ത് കർമ്മ പോയിന്റ്സ് കിട്ടാനായിട്ട് 2 വെരിഫിക്കേഷൻ കഴിയേണ്ട ഒരു ഡിലേ ഉണ്ടാവും. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് സംതിങ് ദാറ്റ് യു വിൽ ഗെറ്റ് ഇമീഡിയറ്റ്ലി ഓൺ സബ്മിഷൻ. അതിനകത്ത് നിങ്ങളുടെ ഇമോജീസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ സീ ലൈക്ക് someone is verifying it. ഇപ്പൊ ഇതിനകത്തേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ I will just show you. ഇപ്പോ ഇൻട്രൊഡക്ഷൻസിനകത്ത് ഇൻട്രൊഡക്ഷൻ ഇട്ടു,
So Jyotika has put in introduction. This is self peer reviewed by Ben, and as a mentor, I will review it. And I run approval കഴിഞ്ഞാലാണ് ജ്യോതികയ്ക്ക് എന്ത് കിട്ടുക ലോബിയിൽ പോയി കഴിഞ്ഞാൽ you will see like ജ്യോതിക got the karma points for completion of that task. അതിനുശേഷം മാത്രമേ ഇവിടെ ഇത് വന്നതിന് ശേഷം മാത്രമേ എവിടേക്ക് സ്കോർ കാർഡിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യുള്ളൂ. Jyotika Jain, if you look at it, so now Jyotika Jain കണ്ടോ ആ 20 karma points വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് നോക്കിയിരുന്നെങ്കിൽ she might be having 0 because it is not peer reviewed and mentor review. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഈ ആദ്യത്തെ ഈ ചെക്കർ സിഗ്നൽ ഷോസ് ലൈക്ക് ഇറ്റ് ഈസ് പിയർ റിവ്യൂ, സെക്കൻഡ് ഇമോജി ഷോസ് ലൈക്ക് ഇറ്റ് ഈസ് മെന്റർ റിവ്യൂ. അപ്പൊ ഈ റെഡ് ഫ്ലാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് ദാറ്റ് യു നീഡ് ടു കറക്റ്റ് ആൻഡ് ദർ മൈറ്റ് ബി പീപ്പിൾ ഹു വിൽ ബി ടെല്ലിംഗ് ലൈക്ക് യൂസിങ് ദ റൈറ്റ് #. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും ഇതിനകത്ത് ചില ആൾക്കാരൊക്കെ യെല്ലോ കളറിലാണ്, ചില ആൾക്കാരൊക്കെ ഗ്രേ കളറിലാണ്. You gain more powers on gaining more karma points and becoming active in the community. You can see like Ben is a moderator, mission control and lot more access there, while Jyotika is just a student. So ഈ പവർ ഈ കളേഴ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇവഞ്ച്വലി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചൈതന്യ എടുത്ത് നോക്കുകയാണെങ്കിൽ യു വിൽ സീ ലൈക്ക് ഷീ ഈസ് മോർ ഓഫ് ഗ്രീൻ ആൻഡ് ചൈതന്യ സ്റ്റേറ്റ് ഹെഡ് ആയിട്ട് മോഡറേറ്റർ ആയിട്ടുണ്ട്. ഇപ്പൊ അമൃത ഇപ്പൊ ഓരോ ആൾക്കാർക്കും ഇതിനനുസരിച്ച് ഡിഫറെന്റ് പവേഴ്സ് ഉണ്ട്. ആൻഡ് ഈച്ച് വൺ ഓഫ് യു ഹാവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ടു ഗെറ്റ് ടുവേർഡ്സ് ദാറ്റ്. ഇതിനകത്ത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളൂ എന്നല്ല. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ഗെറ്റ് ഫോർവേഡ്, ടേക്ക് റെസ്പോൺസിബിലിറ്റീസ്, ഓണർഷിപ്പ് എടുത്ത് മുമ്പിലേക്ക് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കണക്ട്. ബിക്കോസ് അതൊരു വലിയൊരു സ്കെയിലാണ് നമ്മൾ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം ആൾക്കാർക്ക് ലീഡേഴ്സിന് അവിടെ സ്കോപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ആ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. യു വിൽ ബി ഗെറ്റിംഗ് സംതിങ് കോൾഡ് എന്താണ് മോഡറേറ്റർ എന്ന് പറയുന്ന ഒരു റോളിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ലീഡർഷിപ്പിലേക്ക് വരാനായിട്ട് താല്പര്യമുണ്ട് എങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ഓൾസോ ആൻ ഓറിയന്റേഷൻ ഓൺ ഹൗ ടു ലീഡ്. ആ ഓറിയന്റേഷൻ വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ക്യാമ്പസിനകത്ത് ലീഡേഴ്സ് ആവാൻ പറ്റും. ആൻഡ് ദാറ്റ് മൈറ്റ് ഓൾസോ ബി എ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഇഫ് യു ആർ കമ്മിങ് ആസ് എ ലീഡർഷിപ്പ്. അതിനകത്ത് വളരെ ക്ലോസ് ആയിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. So somebody is asking for me to share my LinkedIn profile. My name is Deepu Esna. ഇപ്പോൾ നിങ്ങൾക്ക് അതിനകത്തേക്ക് നോക്കണമെങ്കിൽ ഞാനിപ്പോ ലിങ്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ വിനു എന്റെ ലിങ്ക് ഒന്ന് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവോ? ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം. ഞാനിപ്പോ ഇതിനകത്ത് ഞാൻ ഇട്ടേക്കാം. സ്റ്റേ കണക്റ്റഡ് ആൻഡ് എനി നീഡ് യു ക്യാൻ ഓൾസോ ആസ്ക് മീ ഷെയർ. സോ വേറെ എന്തെങ്കിലും ക്വറീസ് എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അതല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പ്സിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഓഫീസ് അവേഴ്സിന്റെ ടൈമിൽ നമുക്ക് ഓഫീസ് അവേഴ്സിൽ ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ നൈസ് മീറ്റിംഗ് യു ആൾ. താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ് ഓൺ എ ന്യൂ ഇയർ. ആൻഡ് ഇത്രയും നേരം ലിസൺ ചെയ്തിരുന്നു. ആൻഡ് ഇറ്റ് ഷോസ് ദ പാഷൻ ദാറ്റ് യു ഹാവ് ടുവേർഡ്സ് അക്കംപ്ലിഷിംഗ് വാട്ട് യു വാണ്ട്. അപ്പൊ നിങ്ങളുടെ ഇതെന്താണോ അതിനനുസരിച്ചുള്ളൊരു ഡയറക്ഷനിലേക്ക് പോകാനായിട്ട് പല കാര്യങ്ങൾ ടിങ്കർ ചെയ്ത് തുടങ്ങുകയാണ് ഈ ന്യൂ ഇയറിൽ. ഇപ്പൊ നിങ്ങൾ റസ്റ്റിന്റെ എടുത്തു എന്ന് പറഞ്ഞിട്ട് റസ്റ്റ് ഡെവലപ്പർ ആയിട്ട് തന്നെ കരിയർ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കായിരിക്കില്ല. റസ്റ്റ് നോക്കി, ജാവാസ്ക്രിപ്റ്റ് നോക്കി, പൈതൺ നോക്കിയിട്ടൊക്കെ ഏത് വേണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പിക്ക് ചെയ്തെടുക്കാനായിട്ട് ചെക്ക് ചെയ്ത് നോക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നടക്കുന്ന ബൂട്ട് ക്യാമ്പ്സ് എന്നുള്ളത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. സി യു. ബൈ. Happy New Year, Harsha, Shahil, Akhil, Dishit, Ashwin, bye-bye, Nurul, Haq, Avantika, Badusha, Jitin, Vishnu, Mufid, evade undade. Arjun, yeah, thank you. Okay, Jay. ബൈ. ഇത് മിലൻ വർഗീസ് ഒക്കെ അവിടെ തൊപ്പി വെച്ചിരിക്കുന്നു. മിലൻ വർഗീസ് ഒക്കെ തൊപ്പി വെച്ച് അവിടെ ഇരിക്കുകയാണ്. അവൻ ഇവിടെ മ്യൂസിക്കിന്റെ എന്തൊക്കെയോ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട്
മ്യൂസിക്കിന്റെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിൽ ആക്ടിവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ച വഞ്ചകനാണ് അവൻ. വീഡിയോ ഓൺ ചെയ്ത് ധൈര്യം ഉണ്ടെങ്കിൽ വാടാ.